Hi all. Next നിങ്ങൾ പറഞ്ഞ ചാപ്റ്റർ സീക്വൻസ് ആൻഡ് സീരീസ്. സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഈസി ചാപ്റ്റർ ആട്ടോ. അത് നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റിയ ചാപ്റ്ററാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, കാരണം അധികം പ്രാക്ടീസ് വേണ്ട. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടാൽ മതി എന്നാണ്. ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, ഒരു വട്ടം എഴുതി പഠിക്കാനാണ് മിനിമം വേണ്ടുള്ളൂ. സോ നമുക്ക് ഒരുപാട് സമയം എഫേർട്ട് വിടണ്ട. വളരെ ഈസി ആയതുകൊണ്ട് നമുക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ 20 ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. സാർക്ക് അത് സന്തോഷമാണ്. നിങ്ങൾ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മളോട് ചെയ്യുന്നുണ്ട്. എക്സാമിന് വന്ന പ്രീവിയസ് ഇയർ ടെക്സ്റ്റ് ബുക്കിൻ്റെ NCERT-യിലുള്ള വരാൻ ചാൻസ് ഉള്ള സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ പോലും നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് കേട്ടോ. 100% തന്നെ ഞാൻ പറയുന്നു, ഗ്യാരണ്ടിയാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നിങ്ങൾ ആരെങ്കിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക്, അതായത് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സാർക്ക് ക്ലാസ്സിന് ഒരു ലൈക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും തരണം. സാർ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറേ പേര് ലൈക്ക് അടിക്കുന്നില്ല. എന്താണ് ലൈക്ക് അടിക്കാൻ മടിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ. എനിക്ക് തോന്നുന്നു വീഡിയോസിനൊന്നും ഡിസ്ലൈക്ക് കാണുന്നില്ല. സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവും തന്നെയാണ് സാർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് തരിക കേട്ടോ. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമുക്ക് സമയമില്ലാത്ത സമയത്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സോ വേറെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇതിൽ ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സെക്ഷനാണ്. നമുക്ക് ആകെ പ്ലസ് 1 പഠിക്കാനുള്ളത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. കാരണം അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഡിലീറ്റഡ് ആണ്. സോ ജോമെട്രിക് ഓൺലി നമുക്ക് പഠിച്ചാൽ മതി. പക്ഷേ ടെക്സ്റ്റ് ബുക്കിന്റെ എക്സസൈസിൽ ആദ്യത്തെ ഒരു ചെറിയൊരു പാർട്ട് ഉണ്ട്. ഇത് എല്ലാവർക്കും എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. കേരളത്തിലെ എല്ലാ കുട്ടികളും എഴുതും ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും. സോ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഈസ് ദ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ് ഹൂസ് nth ടേം. നമുക്കൊരു nth ടേം തരും. നമുക്ക് ഓൾറെഡി ഒരു nth ടേം തരും. ആക്ച്വലി നമ്മളിത് 10ാം ക്ലാസ്സുമായിട്ട് ഒരു പരിചയവുമില്ല. ഒരു പുതിയ ടോപ്പിക്കാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ മാത്രം, അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അല്ലെ 2, 4, 6, 8 എന്നൊക്കെ പറഞ്ഞ സമാന്തര ശ്രേണികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ആ സമാന്തര ശ്രേണിക്ക് നമ്മൾ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, XN എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോർമാറ്റ് നമ്മൾ കൊണ്ടുവന്നു അല്ലെ. XN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരു ആൾജിബ്രിക് ഫോം എന്നൊക്കെയാണ് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൾജിബ്രിക് ഫോം എഴുതുക, സമാന്തര ശ്രേണിക്ക് അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസിന് ഒരു ആൾജിബ്രിക് ഫോം എഴുതിയിട്ടുണ്ടാവും. അതേ സെയിം കേട്ടോ. അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ശ്രേണി നമ്മൾ ഓൾറെഡി 10ൽ പഠിച്ചത് കൊണ്ടാണ് പ്ലസ് 1 ഡിലീറ്റ് ചെയ്തത്. സോ പ്ലസ് 1 നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ വേറൊരു പാറ്റേൺ ശ്രേണിയാണ് പഠിക്കുന്നത്, ജോമെട്രി പ്രോഗ്രഷൻ. ബിഫോർ നമുക്ക് ജനറൽ ആയിട്ട് നമുക്കൊരു nth ടേം നമുക്ക് ജനറൽ ആയിട്ട് XN എന്നാണ് പറയുക. nth ടേം, n-ാം പദം അല്ലെ. മലയാളം മീഡിയം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, n-ാം പദം അല്ലെ. അതിന് ജനറലി പറയുക XN എന്നാണ്. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് nth ടേം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താണോ nth ടേം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് അതാണ് നമ്മുടെ nth ടേം. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് നമ്മൾ പോകുന്നു. സോ വാട്ട് ഈസ് ദി ആൻസർ? XN എന്ന് പറഞ്ഞാൽ നമുക്ക് n-ാം പദം ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉണ്ടാ. ആ n-ാം പദം അതുപോലെ എഴുതിയെടുക്കുക. 3/2 ഓൾ പവർ n+1 എന്ന് പറഞ്ഞിട്ട് എഴുതിയെടുക്കുക. എന്താണോ ക്വസ്റ്റ്യനിൽ nth ടേം എന്ന് പറഞ്ഞ് തരുന്നത് അത് XN ആയിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റീഡ് ചെയ്യാം. എത്രാം ടേം ആണ് കാണേണ്ടത്? തേർഡ് ടേം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ എന്ത് കാണാം? X3 കാണാം. സോ 3/2 എന്തിനാണ് 3 കൊടുക്കുന്നത് നോക്കേ, n-ന് 3 കൊടുക്കുക. അപ്പം എന്ത് വരും? 3+1. വാട്ട് ഈസ് ദ ആൻസർ? 3/2 all raised to 4. So what is the answer? XN equal to 3/2 all raised to 4. So ആൻസർ നിങ്ങൾ കാണാം 3/4 all raised to 2 വേണമെങ്കിൽ ആൻസർ കീ നോട്ട് ചെയ്തോ. ആൻസർ കീ 81/16 കേട്ടോ. 81/16 ആണ് ആൻസർ കീ കേട്ടോ. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. So next question, if the nth term of a sequence is a raised to n. നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, nth ടേം തന്നിട്ടുണ്ട് അല്ലേ. nth term of sequence is a raised to n. നമ്മൾ ജനറലി എപ്പോഴും XN എന്ന് പറയണമെന്നില്ല. നമുക്ക് a raised to n, WN എന്നൊക്കെ പറയാം. പക്ഷെ കോമൺ ആയിട്ട് പ്ലസ് 1 ചോദിക്കുന്നത് a raised to n ആണ് കേട്ടോ. നമ്മൾ പ്ലസ് 1 ലാംഗ്വേജ് a raised to n ആണ്. 10ാം ക്ലാസ്സിൽ നമ്മൾ XN എന്നാണ് പഠിച്ചിരുന്നത് കേട്ടോ. ചെറിയൊരു മാറ്റമുള്ള ആ വേരിയബിൾ ചേഞ്ച് ചെയ്തെന്ന് മാത്രമേ, X-ന് പകരം a ആയി എന്ന് മാത്രമേ ഉള്ളൂ. സോ a raised to n നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ഫിഫ്ത്ത് ടേം. എപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, 2 കേസ് ഇതിൽ വരും. ഫിഫ്ത്ത് ടേം കാണാനും പറയും, ഫൈൻഡ് ഫസ്റ്റ് ഫിഫ്ത്ത് ടേം കാണാനും പറയും. ആദ്യത്തെ 5 പദങ്ങൾ കാണാനും പറയാം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് തേർഡ് ടേം, ഫിഫ്ത്ത് ടേം എന്നും പറഞ്ഞ് പറയാം. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദി ഫസ്റ്റ് ഫിഫ്ത്ത് ടേം എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ആദ്യത്തെ ഫസ്റ്റ് 5 ടേമുകൾ കാണാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എപ്പോഴും നന്നായിട്ട് വായിക്കണം. 5ാമത്തെ ടേമാണോ, അല്ലെങ്കിൽ ആദ്യത്തെ 5 ടേമാണോ, അല്ലെങ്കിൽ ആദ്യത്തെ 3 ടേമാണോ എന്നൊക്കെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഫിഫ്ത്ത് ടേം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, AN എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ. സോ N × വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ ഈ ചാപ്റ്റർ. എല്ലാവരും ഇത് ഫുള്ളായിട്ട് കണ്ടോ. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് സ്കോർ ചെയ്യാം. 7-8 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് കേട്ടോ. 6-7 കേട്ടോ വെയിറ്റേജ് ഉള്ളത്.
സോ ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁵5. സോ 5 എന്നിന്റെ സ്ഥാനത്ത് 5 കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. 5 അല്ലേ, 3 ആണ്, 5 3 8 I3 10 ഗുണിക്കുക കേട്ടോ, സിമ്പിൾ ഗുണിക്കുക. I3 15 15/8 വെട്ടാനൊന്നുമില്ല. 15/8 ഇസ് ദ ഫൈനൽ കീ കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, വലിയ ടഫ് ഒന്നും ഉണ്ടാവില്ല. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി നോക്കിയേ. ഇഫ് ദ nth ടേം ഓഫ് സീക്വൻസ് തന്നിട്ടുണ്ട്, ദെൻ ഫൈൻഡ് ദി ഫസ്റ്റ് ഫിഫ്ത്ത് ടേം. ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ 5 പദങ്ങൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് 5ാമത്തെ ടേം അല്ല കണ്ടത്, ആദ്യത്തെ 5 പദങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ടേം ഏതാ സാറേ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1, A1 കാണാം, A2 കാണാം, A3 കാണാം, A4 കാണാം, A5. ആദ്യത്തെ 5 ടേം എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ A1 കണ്ടോ. A1 വാട്ട് ഈസ് ദി ആൻസർ? 1 × 1² + 5/4. സോ 1 × 1² എത്ര? ടോട്ടൽ 6 അല്ലേ. സ്റ്റെപ്പ് ആയിട്ട് എഴുതിക്കോ. ഇത്രയും സ്റ്റെപ്പിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ 5 + 1 6 6/4 അല്ലേ. സോ 6/4 ഇത് വെട്ടി ചെറുതാക്കാൻ പറ്റും, ഈവൺ നമ്പറാ. സോ വാട്ട് ഈസ് ദി ആൻസർ? 3/2. സോ നമുക്ക് A1 കിട്ടിയല്ലേ. ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യാം. കിട്ടിയ ആൻസർ അവസാനം ഇതുപോലെ ഫിനിഷ് ചെയ്തിട്ട് എഴുതണം. A1 = 3/2. ഓക്കെ. അതേപോലെ നമ്മൾ എന്ത് കാണുന്നു? A2 കാണുന്നു, സെയിം വേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുന്നു. 2 × 2² + 5/4. വാട്ട് ഈസ് ആൻസർ? 2 × 2² പോലെ 4 + 5/4. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ മക്കളെ. 2 4 കട്ടാക്കിയ 2 5 4 9 9/2 കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കാണാം കേട്ടോ. ഞാൻ ഇതിന്റെ ആൻസർ കിട്ടാറാ, നിങ്ങൾ കണ്ടോ കേട്ടോ. അത് വലിയ കാര്യമൊന്നുമില്ല, അതെല്ലാവർക്കും കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. 3/2 9/2. അടുത്ത ക്വസ്റ്റ്യൻ വരിക 21/2 ആണ്. വാട്ട് ഈസ് ദി ആൻസർ? A3 കേട്ടോ. ഇത് നിങ്ങൾ കാണടാ, നിങ്ങൾക്ക് വിട്ടെന്നിരിക്കുന്നു സാർ. ഓക്കെ. A4 സാർ മടിയായിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് സമയം അത്രയും ഷോർട്ടൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. A⁵5 75/2. ഇതൊന്നും അധികം പ്രാക്ടീസ് വേണമെന്നില്ല മക്കളെ. ഇത് ജസ്റ്റ് 1 or ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. കാരണം നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വലിയ പ്രാക്ടീസ് ഒന്നും വേണ്ട. എടാ നെക്സ്റ്റ് നമ്മൾ GP-ലോട്ട് കിടക്കാണ്. സോ ഇതിൽ ആകെ ഒരു ടോപ്പിക്ക് നമുക്ക് +1 പഠിക്കാനുള്ള ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ വേണ്ട, നോക്കണ്ട, അത് വിട്ടേക്ക്. ഫസ്റ്റ് ഞാൻ എന്താ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് ക്ലാരിറ്റി വരുത്തി തരാം കേട്ടോ. നമ്മൾ എല്ലാ ആളുകൾക്കും അറിയാം 10ാം ക്ലാസ്സിൽ. ഇത് എല്ലാവർക്കും അറിയില്ല മക്കളെ. 2 4 6 8 എക്സെട്ര. ഇത് എന്ത് ശ്രേണിയാടാ? അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്നൊക്കെ പറയല്ലേ. 2 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 6 അല്ലേ. ഇവിടെ കോമൺ ഡിഫറൻസ് എല്ലാവർക്കും അറിയാം, 2 ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2 വെച്ചിട്ടാണ് കൂടുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അരിത്തമാറ്റിക് പ്രോഗ്രഷനിലാണ്. സോ ഇതേപോലത്തെ തന്നെ വേറൊരു സീക്വൻസ് വരികയാണ്. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്താ പ്രത്യേകത? ഒരു നമ്പർ കഴിഞ്ഞ് ഒരു ഫിക്സഡ് നമ്പർ കൂടി പോകുന്നതിനാണ് നമ്മൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കുക. സോ ഇതിപ്പോ 2 4 6 8 10 എന്നൊക്കെ പറഞ്ഞ് നേരം വെളുക്കും ഒരു വലിയൊരു നമ്പറിലോട്ട് എത്തണമെങ്കിൽ. എന്നാൽ ജോമെട്രിക് പ്രോഗ്രഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ജോമെട്രിക് പ്രോഗ്രഷൻ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ് ആണ്. നമ്മളിത് അഡീഷൻ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ് ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട്. നമ്മൾ കൊറോണ ഒക്കെ പിടിച്ചില്ലേ അല്ലേ, ഓൾ വേൾഡ് കൊറോണ ഒക്കെ വന്ന് കൊറോണയുടെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റാ. ഇന്ന് 10 ആണെങ്കിൽ നാളെ 100, പിന്നെ അങ്ങോട്ട് 500, പിന്നെ 2000 25,000 1,00,000 ഇങ്ങനെ പോയിരുന്നത്. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് ഇതിലാണ്, ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കാത്ത ഒരു പുതിയ സീക്വൻസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ സീക്വൻസ് ആണ് ജോമെട്രിക് പ്രോഗ്രഷൻ കേട്ടോ. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ ഒരു മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ് ആണെന്ന് മനസ്സിലായി അല്ലെ. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ 5 ആണ് ആദ്യത്തെ നമ്പർ എന്ന് വിചാരിക്കും. ഫസ്റ്റ് ടൈം 5 ആണെങ്കിൽ സെക്കൻഡ് ടൈം എന്താവും അറിയോ? 25 ആവും. തേർഡ് ടൈം എന്താവും അറിയോ? 125 ആവും. വളരെ ഫാസ്റ്റ് ആയിട്ട് പോകണം. 5 25 120 4 സ്ഥാനം ചാടി കഴിഞ്ഞാൽ ലക്ഷം എത്തും, പിന്നെ കോടികൾ എത്തും, 10 കോടി 100 കോടി. വളരെ സ്പീഡായിക്കൊണ്ട് നമ്പർ മൂവ് ചെയ്യുക. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇതിനെ പഠിക്കുന്ന പേരാണെന്ത്? ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പോൾ എന്താണ് സാറേ ജോമെട്രിക് പ്രോഗ്രഷന്റെ ജനറൽ ഫോർമാറ്റ്? നമുക്കിവിടെ ജനറൽ ഫോർമാറ്റ് അറിയണം. അപ്പോൾ പണ്ട് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ ജനറൽ ഫോർമാറ്റ് ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടാവാം, പറഞ്ഞു തന്നിട്ടും പഠിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ജനറൽ ഫോർമാറ്റ് നിർബന്ധമായിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. ജനറൽ ഫോർമാറ്റ് അറിയാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. വളരെ സിമ്പിളാണ് ജനറൽ ഫോർമാറ്റ്. കാരണം മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ് ആയതുകൊണ്ട് ജനറൽ ഫോർമാറ്റ് പറഞ്ഞത് ശ്രദ്ധിച്ചോടാ. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഇവിടെ എ ആണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മൾ x + d x + 2d x + 3d x + 4d അങ്ങനെ പറഞ്ഞില്ലേ. പ്ലസ് എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്ലസ് അല്ല പറയുന്നത്, എന്താണ്? മൾട്ടിപ്ലൈ എന്ന് ഓർത്താൽ മതി കേട്ടോ. സോ എ ആണെങ്കിൽ രണ്ടാമത്തെ ടേം നമ്മൾ AD അല്ല, AR. അതെന്തുകൊണ്ടാ? നമ്മൾ 10ാം ക്ലാസ്സിലുള്ളത് അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ കോമൺ ഡിഫറൻസ് ആണ് കാണുന്നത്. D ആണ് കാണുന്നത്. സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. 2ാം പദത്തിൽ നിന്ന് 1ാം പദം കുറക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ആക്ച്വലി ഇവിടെ അങ്ങനെയല്ല കിട്ടുന്നത്. സോ നിങ്ങളിപ്പോൾ ഈ ശ്രേണി നോക്കിയത് ഞാൻ ഒരു എക്സാമ്പിൾ ആണ്. ഇതൊരു GPക്ക് എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ കാണാം. സെക്കൻഡ് ടേമിന്, അതായത് 25നെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 25ൽ എത്ര 5 ഉണ്ട്? 5 ആണ്.
സോ അതേപോലെ ഈ 2 ടേം എടുക്കുകയാണെങ്കിൽ എന്താ 125നെ 25 കൊണ്ട് സെക്കൻഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാണ് അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ ചെയ്യുന്നത്. ആ പ്രോസസ്സിന് പകരം സെക്കൻഡ് ടേമിനെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം ഡിവിഷൻ നടത്തുക. അപ്പോൾ ഡിവിഷൻ ആണ് ആക്ച്വലി എന്ത് വരുന്നത്, ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പോൾ നിങ്ങൾ നോക്കുക 125നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക, അതും 5 തന്നെ. കാരണം 125 എത്ര 25 ഉണ്ട്, 5 എണ്ണമാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള നമ്പറുകളെ ജസ്റ്റ് ഡിവിഷൻ നടത്തുമ്പോൾ ഒരു ഫിക്സ്ഡ് വാല്യൂ വരും. ആ ഫിക്സ്ഡ് വാല്യൂ ഇവിടെ 5 ആണ്. ആ ഫിക്സ്ഡ് വാല്യൂവിനെ നമ്മൾ വിളിക്കുക റേഷ്യോ എന്നാ. എന്തുകൊണ്ടാണ് റേഷ്യോ എന്ന് വിളിക്കാം? കാരണം A/B ഫോർമാറ്റ് ആണ്. നമുക്കറിയാം A/B ഫോർമാറ്റിനെ നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മൾ എന്താക്കാം, 2:3 എന്നാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി ഇവിടെ നമ്മൾ റേഷ്യോ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. കോമൺ ഡിഫറൻസ് അല്ല, പകരം കോമൺ റേഷ്യോയാണ്. അപ്പോൾ ജനറൽ ഫോർമാറ്റ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ടേം A ആണെങ്കിൽ സെക്കൻഡ് ടേം ആ Aനെ കൊണ്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ആക്ച്വലി ഇവിടുത്തെ കോമൺ റേഷ്യോ 5 ആണ്. സോ 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 കിട്ടുന്നു. സോ നെക്സ്റ്റ് വരിക AR² ആണ്. നെക്സ്റ്റ് എന്ത് വരും, AR³ ആണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറ ലാസ്റ്റ് എന്തായിരിക്കും? നമ്മൾ nth ടേമിന്റെ ഫോർമുല 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് A+n-1 × d. അതേപോലെ തന്നെ അവസാനത്തെ ടേം n-ാമത്തെ ടേമിന് നമ്മൾ പറയുക എന്താ വെച്ചാൽ, ഇവിടെ നോക്കി ഇത് 1ാം ടേം, ഇത് 2ാം ടേം, ഇത് 3ാം ടേം, ഇത് 4ാം ടേം, റൈറ്റ്? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 4ാം ടേമിന്റെ 6ാം മണ്ഡലം എത്ര കാണുന്നത് 3 ആണ്. 3ാം ടേമിന്റെ 6ാം മണ്ഡലം എത്ര കാണുന്നത് 2 ആണ്. 2ാം ടേമിന്റെ 6ാം മണ്ഡലം എത്ര 1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ n-ാമത്തെ ടേം എന്തായിരിക്കും? nth ടേം ഒബ്വിയസ്ലി നമുക്ക് പറയാവുന്ന കാര്യമുള്ളൂ. ഒബ്വിയസ്ലി nth ടേം എന്താ AR. ഈ n-ാമ ഇപ്പൊ 4ന്ന് 1 കുറച്ചതല്ലേ, മേലെ 3, 3 ആകുമ്പോൾ 2 ആയില്ലേ? അപ്പൊ എന്താണ് n ആണെങ്കിൽ എന്താണ് n-1. അപ്പൊ ജനറൽ ഫോർമുല നമ്മൾ എഴുതി വെച്ചു എല്ലാവരും A, AR, AR², AR³ AR⁻n-1. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എഴുതാണ്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ സാധ്യമല്ല. നിർബന്ധം കേട്ടോ. അപ്പൊ ജനറൽ ഫോർമാറ്റ് എല്ലാവർക്കും അറിയണം. AR, AR² AR³ അപ് ടു AR⁻n-1. സോ ദാറ്റ് ഇസ് എ ജനറൽ ഫോർമാറ്റ്. ഇനി ഈ ജനറൽ ഫോർമാറ്റിൽ നമുക്ക് n-ാം പദം കാണാനുള്ള ഒരു ഫോർമുല കിട്ടി. AN = നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിൽ XN ആണെങ്കിൽ ഇവിടെ AN ആണ് ഉപയോഗിക്കുന്നത്. A ആണ് ഉപയോഗിക്കുന്നത്. AN = A × R⁻n-1. ഈ ഫോർമുല ഉപയോഗിച്ചും കൊണ്ട് നമ്മൾ സമാന്തര ശ്രേണിയിൽ പറഞ്ഞ പോലെ തന്നെ 8ാം പദം 10ാം പദം 12ാം പദം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്ന അപ്പൊ ഇതിന് നമുക്ക് എന്ത് ഫോർമുല വിളിക്കാം? nth ടേം കാണാനുള്ള ഫോർമുല. n-ാം പദം നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന അതേപോലെ nth ടേം കാണാനുള്ള ഫോർമുല. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് തുക കാണാൻ ഒരു ഫോർമുല വേണം അല്ലേ? സോ ഇതിൽ A ഒക്കെ എന്താ? A നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. അതുപോലെ തന്നെ R എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ ആണ് കേട്ടോ. R. അപ്പോൾ R എങ്ങനെ സാറാ കാണാം? R എന്ന് കാണാൻ എന്താണ്? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ മതി കേട്ടോ. അത് നോട്ട് ചെയ്യണേ. നമ്മൾ 10ാം ക്ലാസ്സിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേമാ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഡിവിഷൻ ആണ്. അഡ്ജസൻ്റ് ആയിട്ടുള്ള ആദ്യ വെച്ചിട്ട് ഇത് ചെയ്യാം. സെക്കൻഡ് ബൈ ഫസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ n എന്ന് പറഞ്ഞാൽ n എത്രാമത്തെ ടൈമാണ്? 5 ആണോ 6 ആണോ? അതാണ്. ഒബ്വിയസ്ലി നമുക്കൊരു ഫോർമുലയും കൂടെ ഉണ്ട്, സമ്മ് കാണാനുള്ള ഫോർമുല. ഇതും കൂടെ നമ്മൾ പഠിച്ച പരിപാടി കഴിഞ്ഞു. SN-ന്റെ ഫോർമുല എന്താടാ? A × R⁻n-1/R⁻1. അതൊന്ന് എഴുതി വെച്ച്. സമ്മ് കാണാനുള്ള ഫോർമുല ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാൻഡേറ്ററി സംഭവമാണ്. സമ്മ് കാണാനുള്ള ഫോർമുല ഇത് രണ്ടും പഠിച്ചേ പറ്റുള്ളൂ. സമ്മ് കാണാനുള്ള ഫോർമുല എന്താ? SN = A × R⁻n-1/R⁻1 കേട്ടോ. ഞാൻ കൂടെ സമ്മിന്റെ ഫോർമുല ഇവിടെ വൃത്തിയിൽ എഴുതാം. സമ്മിന്റെ ഫോർമുല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അതാ പറയുന്നത്. സമ്മ് എന്ന് പറഞ്ഞാൽ SN കേട്ടോ. SN = A × R⁻n സെപ്പറേറ്റ് ആണ് -1 കേട്ടോ. ഓൾ ഡിവൈഡ് ബൈ -1. സോ അതിൽ ലെറ്റേഴ്സ് ഒക്കെ സെയിം ആണ്, എയും ആറൊക്കെ സെയിം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടുള്ളൂ. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ചാപ്റ്റർ ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. കാരണം നിങ്ങൾക്ക് ഒരു 10ാം ക്ലാസ് ബേസ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. അരിത്തമാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികളൊക്കെ പണ്ട് 10ാം ക്ലാസ്സിൽ ചെയ്തുകൊണ്ട് ഒരു ചെറിയ ബേസ് എല്ലാ കുട്ടികൾക്കും ഉള്ളത് കൊണ്ട് തന്നെ ഈ ചാപ്റ്റർ എല്ലാ കുട്ടികൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്റർ അവസാനം വരെ കാണാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇനി നമ്മളിതൊക്കെ മായ്ച്ചു കളഞ്ഞു. ഒക്കെ നിങ്ങൾ അയ്യോ അവിടെ കിടന്നോട്ടല്ലേ, കിടക്കട്ടല്ലേ, കിടന്നോട്ടെ, പടം മായ്ച്ചു കളയണ്ട, അവിടെ കിടന്നോട്ടെ. സോ ക്വസ്റ്റ്യനിലോട്ട് പോവാം, നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഫസ്റ്റ് 3 ടേം ഓഫ് സീക്വൻസ് ആർ 1/3, 1/2 ആൻഡ് 3/4. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല, കാരണം ഇത് കുറെ മുൻ വർഷത്തിലെ
കാരണം AP യും GP ഉണ്ടാകുമ്പോൾ ചോദിച്ച കാലഘട്ടത്തിലെ ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നമുക്ക് AP ആണോ GP ആണോ കൺഫ്യൂഷൻ. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ, കാരണം ഇവിടെ AP ഇല്ലല്ലോ, അരിത്തമാറ്റിക് പ്രോഗ്രഷൻ +1 ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ പക്ഷേ എന്തായാലും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്കിപ്പോൾ +1 ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. 6th ടേം എന്താണെന്നുള്ളത്. സോ ആക്ച്വലി ഇത് GP ആണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക ക്വസ്റ്റ്യനിൽ? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. സോ 1/3. സോ ഇതെങ്ങനെ സാറേ ചെയ്യുക? 1/2. ഈ 1/3 ന്യൂമറേറ്ററിലോട്ട് വന്നാൽ എന്തുകൂടാ? 3/1. സോ വാട്ട് ഈസ് ദി ആൻസർ? 1 ക്യാൻസൽ എന്ന് പറഞ്ഞ പോലെ 3/2 ആണ് ആൻസർ കിട്ടുക. ഈ 2 സൈഡ് നിങ്ങൾ കണ്ടാലൊക്കെ ഇതേ റിസൾട്ട് തന്നെ കിട്ടാം. അപ്പോൾ 3/2. അപ്പം ഞാൻ ഇവിടെ 6 കൂടെ എഴുതി വെക്കുന്നുണ്ട്. 6 ഇപ്പോൾ നമുക്ക് 3/2 കിട്ടിയിട്ടാ. ഞാൻ വീണ്ടും അഡ്ജസ്റ്റൻറ്റ് സൈഡായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ 3/4 / 1/2. ഇത് നേരെ ന്യൂമറേറ്ററിൽ വന്നാൽ എന്താവും? 2/1 ആവും. സോ വാട്ട് ഈസ് ദി ആൻസർ? 2 4 ക്യാൻസൽ 2. സോ വാട്ട് ഈസ് ദി ആൻസർ? 3/2. അപ്പോൾ 6 നമുക്ക് എന്താ കിട്ടുക? 3/2. അപ്പം നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ ഈ വർഷം ഉണ്ടാവില്ലടാ ഏട്ടാ. നമ്മളിവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇത് ഒഴിവാക്കിക്കളാം. അപ്പോൾ ഐഡന്റിഫൈ എന്തായാലും ഇപ്പോൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരില്ല, കാരണം അത് ഓൾറെഡി AP GP വരുമ്പോൾ മാത്രമാണ് അങ്ങനെ വന്നിട്ടുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ മാത്രം ഇതിൽ പഠിക്കാം. ഫൈൻഡ് ദി 6th ടേംസ് ഓഫ് ദി സീക്വൻസ്. അപ്പോൾ ജനറലി നമുക്കറിയാം എന്താണ് AN = എന്താ? A × R⁻n-1. ഇതാണ് നമ്മൾ n-ാമതം കാണാനുള്ള ഫോർമുല. വാട്ട് ഈസ് 6th ടേം? സോ A6 കാണും. സോ A എന്താ? ഫസ്റ്റ് ടേം അല്ലേ. ക്വസ്റ്റ്യനിൽ നോട്ട് ചെയ്യുക. A എത്രയാണ്? ഫസ്റ്റ് ടേം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷനിൽ ചില ആളുകൾക്ക് മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. 1/3. R എന്താണ്? 3/2 all raised to n-1. സാർ എന്തിനാ ഇവിടെ ബ്രാക്കറ്റ് എടുക്കുന്നത്? ഇത് സെപ്പറേറ്റ് അല്ലേ, ഇതൊരു സെപ്പറേറ്റ് ടീമാണല്ലോ, അതുകൊണ്ട് ബ്രാക്കറ്റ് ഇടാം. പവർ ഉള്ളത് കൊണ്ടാണ്, ആറിന് പവർ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ടുള്ളത് കേട്ടോ. n-1 6 - 1 6 - 1 എന്ന് പറഞ്ഞാൽ 5 അല്ലേ. 1/3 3/2 5. മക്കളെ ഫൈനൽ സിംപ്ലിഫിക്കേഷൻ ആണ്. നന്നായി ശ്രദ്ധിച്ചോ. ചില ആളുകൾ സിംപ്ലിഫിക്കേഷൻ ആണ് ചെറിയ ടഫ്. ഇതിൽ ഒരു ടഫുള്ള ഭാഗം എന്ന് പറയുന്നത് അതാണ്. സിംപ്ലിഫിക്കേഷൻ ആണ് ടഫ്. ഈ ചാപ്റ്ററിന്റെ ടഫ് എന്ന് പറഞ്ഞതാണ് കേട്ടോ. മാത്സിലെ സിംപ്ലിഫിക്കേഷൻ ആണ്. പക്ഷെ വളരെ ഈസിയാണ് സാർ. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞുതരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എടാ 3/1 ആണിത്. 3 എന്ന് പറഞ്ഞാൽ 3/1 ആണ്. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. കട്ടാക്കി കളഞ്ഞാൽ എത്ര കിട്ടും? 3/4/2/4. ഫിനിഷ് ചെയ്ത് എഴുതാം. അപ്പോൾ സാറ് 3/4 എത്രയെന്ന് എഴുതണം? 2/4. അത് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. കാരണം ഈ ക്വസ്റ്റ്യൻ അങ്ങനെ എഴുതിയില്ല വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. അല്ല നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൊടുത്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തോ ആ വാല്യൂ കണ്ടെത്തിക്കോ കേട്ടോ. ആ വാല്യൂ ഇതാണ് 81/32. അപ്പോൾ എന്തായാലും കാൽക്കുലേറ്റർ ഉള്ളതാണ്, നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടെത്തോ. ഇതാണ് ആൻസർ കേട്ടോ. ദാറ്റ് ഇസ് എ കീ. 81/32. സ്ക്രീൻ അടിച്ച്. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ. Find the 10th term of the geometric progression 5 25 125 അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ 5 25 125 എക്സെട്ര. ഇതിന്റെ 10ാമത്തെ ടേം ഏതാണ്? ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ. A⁻n എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഫോർമുല? A × R⁻n-1. ഹിയർ A = 5. ഫസ്റ്റ് ടേം 5 ആടാ. കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ് ഓർമ്മ വരുന്നത് സാർ. കോമൺ റേഷ്യോ എന്താണ്? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഈ ടേം കൊണ്ട് ഈ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങളുടെ ചോയ്സ് ആണ്. എങ്ങനെ ചെയ്താലും ഒരേ ആൻസർ ആണ് കിട്ടുക. സോ 5 ആണ് നമുക്ക് 6 കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ എത്രാമത്തെ ടേം കാണാനാ അവന്മാർ പറഞ്ഞേ? A⁻10 കാണാനാ പറഞ്ഞത്. 10ാം ടേമാണ്. സോ A എത്രയാ? 5. R എത്രയാ? 5. n-1 എത്രയാ? 10-1. സോ വാട്ട് ഈസ് ദി ആൻസർ? 5 × 5⁻9. സോ വാട്ട് 5/1 ആണ് 5 അല്ലേ. A⁻m × A⁻n ഒരേപോലത്തെ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? A⁻m+n എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ. വാട്ട് ഈസ് ദി ആൻസർ? 5/10 അല്ലേ. 1 9 കൂട്ടുക 5/10. അതല്ല സെപ്പറേറ്റ് 5 × 5/9 ഒക്കെ കണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. സോ 5/10 ഈസ് എ മാക്സിമം കീ ആണ്. അതല്ലെങ്കിൽ 5/10 നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കൊടുക്കണമെങ്കിൽ കാൽക്കുലേറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 5/10 ആണ് ഫൈനൽ ആൻസർ കേട്ടോ. 5/10 ഈസ് എ ഫൈനൽ കീ. കാരണം 5/10 എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അത് കാൽക്കുലേറ്റർ കൊടുത്ത് ഔട്ട്പുട്ട് എടുക്കണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 5/10 കീ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. സാർ ഇതിൽ വേറെ ക്വസ്റ്റ്യൻ അല്ലേ. ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് nth ടേം. വാട്ട് ഇസ് എ മീനിങ്? മക്കളെ ഹെൻസ് ഫൈൻഡ് nth ടേം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ 10ാം ക്ലാസ്സിൽ ആൾജിബ്രിക് ഫോം കണ്ടിരുന്നു അല്ലേ. മലയാളം എന്താ സാർ കിട്ടുന്നില്ല. ആൾജിബ്രിക് ഫോം കണ്ടിരുന്നു. അപ്പോൾ ഈ ആൾജിബ്രിക് ഫോം കാണുമ്പോൾ ആൾജിബ്രിക് ഫോം കാണുന്നതിനാണ് nth ടേം എന്ന് പറയാം. ജനറലി സെയിം ആണ്. 10ാം ക്ലാസ്സിലെ ആൾജിബ്രിക് ഫോം കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? nth ടേം കാണാന്ന് പറയാം. അപ്പോൾ ഇവിടെ nth ടേം കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനറലി AN-ൽ നമ്മൾ എന്ത് ചെയ്യുക? A × R⁻n-1. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? Aയും Rഉം കൊടുത്ത് നിർത്തുക. n കൊടുക്കണ്ട. n ഉള്ളതായിരിക്കും ആൾജിബ്രിക് ഫോം അല്ലേ. നമ്മൾ 10ാം ക്ലാസ്സിലെ n ഉള്ള രൂപമല്ലേ നമുക്ക് ആൾജിബ്രിക് ഫോം ആയിട്ട് കിട്ടിയത്. അതേ nth ടേം കാണാന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷനിൽ എന്തുണ്ടാവണം? n ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ Aയും R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് ഈസ് A ഹിയർ? ഇവിടുത്തെ A എത്രയാണ്? 5 ആണ്. × R എത്രയാണ്? അതും 5 ആണ്. n-1. സാറേ 5ന്റെ മണ്ടന്മാരില്ലെങ്കിൽ എന്തുണ്ട്? 1 ഉണ്ട്. സോ A⁻n-1 ആഡ് ചെയ്താൽ ഇങ്ങനെ വരും അല്ലേ. A⁻m × A⁻n A⁻m+n 1 + n-1 +1 - n cancel. So 5n is the
ആൻസർ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആൾജിബ്രിക് ഫോം അല്ലെങ്കിൽ nth ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ nth ടേമിൽ പെട്ടെന്ന് നമ്മളോട് ചോദിക്കണം 5ാം പദം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം 5^10. അപ്പോൾ നമ്മൾ കിട്ടിയ ആൻസർ ഇല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആൾജിബ്രിക് ഒരു മിഷ്യൻ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ് പഠിച്ചൊരു ഐഡിയ ഉള്ള ആളുകൾ വേഗം കണക്ട് ആവും. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അടിപൊളിയിൽ പഠിക്കുക കേട്ടോ. 20 ക്വസ്റ്റ്യൻ അല്ല സോറി കറക്റ്റ് 20 ക്വസ്റ്റ്യൻ കേട്ടോ. 20 ക്വസ്റ്റ്യൻ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചോ, ഗ്യാരണ്ടി ഫുൾ മാർക്ക്. ഈ ചാപ്റ്റർ ഫുൾ മാർക്ക്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരിക കേട്ടോ. അതിന്റെ അപ്പുറത്തോട്ട് ക്വസ്റ്റ്യൻ പോകാൻ ചാൻസ് ഇല്ല, ഉറപ്പാണ്. വിച്ച് ടേം ഓഫ് ദ GP 2832 അപ് ടു n ടേം ഈസ് 13-10-72. ഈ ക്വസ്റ്റ്യൻ കുറെ പേർക്ക് കാണുമ്പോഴത്തേന് ടെൻഷൻ ആവും. 13-10-72 എന്ന് കാണുമ്പോഴേ ടെൻഷൻ ആവും. പക്ഷെ അതിന്റെ ആവശ്യമില്ലടാ. ഇറ്റ്സ് വെരി 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 ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വിച്ച് ടേം ഓഫ് GP അതായത് 2-8-32. ഇത് ആക്ച്വലി ഒരു GP ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് അതിൽ കൺഫ്യൂഷൻ വേണ്ട, ജോമെട്രി പ്രോഗ്രഷൻ ആണെന്ന് പറഞ്ഞു. സോ 2-8-32 എക്സെട്ര 1000 എത്ര ഒറ്റ 10 100 1000 10,000 ലക്ഷം 1,31,072 ഇവർ വാല്യൂ തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് വാല്യൂ ആയിക്കോട്ടെ, ഇവർ പറഞ്ഞ വിച്ച് ടേം ഓഫ് GP ഇത് എത്രാമത്തെ ടേം ആണ്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയണം ഇത് 28ാം. എന്തായാലും ഈ ടേം GPയിലുള്ള ഒരു ടേം അതിങ്ങനെ പോയി കൂടി വന്ന ഒരു ഘട്ടത്തിൽ ഈ നമ്പർ വരും, ലക്ഷം വരും. അപ്പോൾ ആ ലക്ഷം വരുമ്പോൾ ആ വാല്യൂ എത്രാമത്തെ ടേം ആണെന്ന് പറയണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, 8 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം, 32 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഈ 13-10-72 എന്ന് പറയുന്ന വാല്യൂ എത്രാമത്തെ ടേം ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം പറയണം. ഇറ്റ്സ് വെരി ഈസി. അപ്പൊ ടേമുകൾ കാണാൻ ഇവിടെ തുകയല്ല. അപ്പൊ നമ്മൾ തുകയുടെ ഫോർമുല സമ്മ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണ്ടുള്ളൂ SN ഉപയോഗിക്കൊണ്ടുള്ളൂ. അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കുക nth ടേമിന്റെ ഫോർമുല ഉപയോഗിക്കുക. സോ ഒബ്വിയസ്ലി നമ്മൾ nth ടേമിന്റെ ഫോർമുല എന്താ പറയാ. സോ an = എന്താണ് a × r⁻n−1. സോ ഈ n-ാമത്തെ ടേം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് n-ാം പദം. പണ്ട് നമ്മള് അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ പറയില്ലേ n-ാം പദം തരും അല്ലെ. അതേപോലെ n-ാം പദം എന്ന് പറയുന്ന അവസാനത്തെ പദം ഇവിടെ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? അത് ശരിക്കും പറഞ്ഞാൽ അരിത്തമാറ്റിക് സീക്വൻസ് ആയിട്ട് കണക്ഷൻ ഉള്ള ആൾക്ക് എന്ത് എളുപ്പമായിരുന്നു. സോ a എത്രയാ? ഫസ്റ്റ് ടേം എത്രയാണ്? 2 ആണ്. r എത്രയാ? r നമുക്കിവിടെ കണ്ടുപിടിക്കാന്ന്. r എങ്ങനെ കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടുക? 4 അല്ലേ. സോ അങ്ങനെ നമുക്ക് 6 കിട്ടും. സോ 4 കിട്ടും. n-1 n അറിയില്ല, എന്നിപ്പോ അറിയില്ല, എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഇനി ഈസി പ്രോസസ് ആണ്. നോക്കിയ ഈ 2 ഇങ്ങോട്ട് വന്നാൽ എന്താവും? അടുത്ത സ്റ്റെപ്പിൽ 13-10-72 ഇത് ഇൻറ്റു അല്ലേ. അപ്പൊ ഈ 2 ഇങ്ങോട്ട് വന്നാൽ എന്താവും? /2. അപ്പൊ എന്ത് വരും? റൈറ്റ് ഹാൻഡ് സൈഡ് 4 × n-1. 13-10-72/2 കാൽക്കുലേറ്ററിൽ നിങ്ങൾ കൊടുത്തു, ധൈര്യമായിട്ട് കാൽക്കുലേറ്ററിൽ കൊടുത്തു. അപ്പൊ കിട്ടുന്ന ആൻസർ 655-36. അതായത് 4n-1 എന്ന് പറഞ്ഞാൽ 65,536. ഇത് വേറെ മാത്സ് ഒന്നും വേണ്ട കേട്ടോ, സിമ്പിൾ ലോജിക്കാണ്. 65,536 കിട്ടും. ഇനി ഞാൻ വേറെ ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ തന്നെ അതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇതൊരു ഓപ്ഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഇത് സെയിം റിപ്പീറ്റഡ് ആയിട്ടാണ് വരിക. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക ഇത് 4 അല്ലേ. ഇത് 4 ആണെങ്കിൽ ഇത് 4ന്റെ പവർ ആക്കിയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ എക്സാമിന് വരുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ചുമ്മാ ഒരു 4² അല്ലെങ്കിൽ 4^4 എന്നൊക്കെ അടിച്ചു നോക്കുക. 4^5, 4^6, 4^7, 4^8. അപ്പോൾ 4^8 എത്തുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് കിട്ടും? 65,536 കിട്ടും. സെയിം ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വരികയാണെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യുക. അതൊരു സ്റ്റേറ്റിന്റെ പ്രത്യേകത അങ്ങനെയാണ്. അപ്പോൾ ഈ കേസിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചോ. ഇവിടെ 4 ആണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോ 4^8 എന്ന് ഓർത്ത് വെച്ചോ. 4^8 എന്ന് ഓർക്കണമെന്നില്ല, 4^5, 6, 7 എന്നൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 8 വരുമ്പോഴേക്കും ആൻസർ വരും. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് പറയാം? 4^8. സാർ അടുത്തതിൽ പറഞ്ഞുതരാം അതിൻ്റെ അതെങ്ങനെ കണ്ടെത്തി എന്നുള്ളതൊക്കെ സാർ പറഞ്ഞുതരാം, വരും ക്വസ്റ്റ്യനിൽ പറഞ്ഞുതരാം. ഇതിൻ്റെ അത്ര ആവശ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പവർ 8 ആണ്, ഇത് n-1 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അവരുടെ പവറുകൾ, രണ്ടാളുകൾ ഈക്വൽ ആണെങ്കിൽ അവരുടെ പവറുകൾ തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആവും. ദാറ്റ് ഈസ് n-1 = 8, n = -1 അങ്ങോട്ട് ചാടി എന്താ പ്ലസ് അല്ലേ. സോ ആൻസർ ഈസ് എത്രയാടാ? 9. അപ്പോൾ 9ാമത്തെ ടേം കേട്ടോ. സോ എഴുതി ആൻസർ 9th ടേം ആണെന്ത്? അത്ഭുത ചില ആളുകൾക്ക് സാറേ 2-8-32 കഴിഞ്ഞ് 9ാമത്തെ ടേം വരുമ്പോഴേക്കും എന്ത് ചെയ്തു? 1,31,000. സോ മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ് ആ കൊറോണ പരക്കണ പോലെയാണ് ഈ നമ്പർ പോകുന്നത്. സോ ദാറ്റ് ഈസ് GP, ജോമെട്രിക് പ്രോഗ്രഷൻ കേട്ടോ. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ നേരം വെളുക്കും 1,32,000 9ാമത്തെ ടേം ഒക്കെ ആവും. ഇല്ല, ആവില്ല. ദാറ്റ്സ് എ GPയുടെ എഫക്റ്റ് അതാണോ? ഹൈ മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ് ആണ് നമ്പറുകൾക്ക്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് 2 മാർക്കിന് ചോദിക്കുന്നതാണ്. ഈസി ക്വസ്റ്റ്യൻ കേട്ടോ. ഫോർ വാട്ട് വാല്യൂ ഓഫ് x ദ നമ്പേഴ്സ് -2/7, x -7/2 r in GP. ഓൾറെഡി ഇത് r in GP ആണെന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? മക്കളെ GPക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. GPക്ക് പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ നോക്കിയോട്ടാ, 5, 25, 125 ഇതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു സിമ്പിൾ എക്സാമ്പിൾ.
നമ്മൾ 10ാം ക്ലാസ്സിൽ 2, 4, 6 എന്നൊക്കെ പറഞ്ഞ പോലെ എക്സാമ്പിൾ എടുക്കുന്ന പോലെ GPക്ക് എപ്പോഴും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ഈ എക്സാമ്പിൾ 5, 25, 125 ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ കേട്ടോ. ഇതൊരു GPക്ക് ഒരു എക്സാമ്പിളാണ്. ഈ GPയുടെ എക്സാമ്പിൾ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ അറിയാം, ഈ സെക്കൻഡ് ടേമിന്, അതായത് ഈ സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 3 ലെറ്റർ GP ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ A, B, C ആണെങ്കിൽ B² = A × C ആയിരിക്കും. ഇറ്റ്സ് എ ട്രൂ. വാട്ട് ഇസ് ദ മീൻ സർ? 25. ഇതിപ്പോ A, ഇത് B, ഇത് C. സോ B² എന്ന് പറഞ്ഞാൽ 25ന്റെ ഇത് എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആവുന്ന കേട്ടോ. 5 × 125 ആയിരിക്കും. അതായത് നിങ്ങൾ 25ന്റെ സ്ക്വയർ കണ്ടാലും 25 കണ്ടാലും 5 × 125 കണ്ടാലും എന്തായിരിക്കും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുക. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, സെയിം ആൻസർ ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ബേസ് ഇത് മനസ്സിലാക്കാം. അപ്പൊ ജനറലി ഒരു ABC എന്ന് പറയുന്ന 3 GPയിലെ 3 ടേം ആണെങ്കിൽ സെൻട്രലുള്ള നമ്പറിന്റെ സ്ക്വയർ എന്തായിരിക്കും? Aക്കും Cന്റെയും ഗുണനഫലത്തിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പഠിക്കാം. ഇതൊരു മെത്തേഡ്. ഇതിൽ ആക്ച്വലി 2 മെത്തേഡ് ഉണ്ട്. ഒരു ഇക്വേഷൻ ഒക്കെ മറന്നു പോയാൽ വേറെ മെത്തേഡ് പറഞ്ഞാൽ കേട്ടോ. B² = AC എന്ന് മറന്നു പോയാൽ വേറെ മെത്തേഡ് ഉണ്ട്. സോ നമുക്കിവിടെ ഇത് Aയും ഇത് Bയും ഇത് Cയും. സോ വാട്ട് ഈസ് ദി ആൻസർ? ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. B² = X² = AC. AC എന്ന് പറഞ്ഞാൽ എന്താ? -2 × 7 × ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ്. വേറൊരു സാധനം കൂടെ ഉണ്ട് പറഞ്ഞുതരാം. ഫോർമുല ഒന്നും ഇല്ലെങ്കിലും ചെയ്യുക ചെയ്യാം. 2 ക്യാൻസൽഡ്, -7 ക്യാൻസൽഡ്, -× പ്ലസ്. സാറേ പിന്നെ ഞാൻ അവിടെ ആരില്ല, ശൂന്യമാണോ? അല്ല, 1 ഉണ്ട് അല്ലേ. സോ X² = 1 ആണെങ്കിൽ X = എന്താടാ? സ്ക്വയർ കളയാൻ എന്തായും? റൂട്ട് ചെയ്യണം അല്ലേ. സോ വാട്ട് ഈസ് ദി ആൻസർ? റൂട്ട് അല്ലേ. X² = X = സ്ക്വയർ കളയാൻ എന്താ ചെയ്യുക? പറ. 2 സൈഡിലും എന്ത് ചെയ്യുക? റൂട്ട് ഇട്ട് കൊടുക്കുക. സോ X = എന്ത് വരും? +or-√1. ദാറ്റ് ഈസ് +or-1 കേട്ടോ. എക്സിന്റെ വാല്യൂ എപ്പോഴും എഴുതുമ്പോൾ +or-1 ഇടണം. സാർ എന്താണ് അത് അങ്ങനെ ഇടുന്നത്? എപ്പോഴും കാണണം. സാറേ X² = 1 ആണെങ്കിൽ 1² എന്ന് പറഞ്ഞാലും 1 ആടാ, -1² എന്ന് പറഞ്ഞാലും എന്താണ്? 1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സിന്റെ വാല്യൂ നമ്മൾ എപ്പോഴും എന്തിടുന്നത്? +or- ഇടുന്നത്. നിങ്ങൾ മറന്നുപോയി +or- ഇട്ടിട്ടില്ലേ നിങ്ങൾ ആരെ മാർക്ക് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും മറക്കണ്ട. ചേട്ടാ ഇതൊരു മെത്തേഡ്. സപ്പോസ് ഞാൻ സാറേ എക്സാം ഹോളിൽ ഇതൊന്നും എനിക്ക് ഓർമ്മ കിട്ടിയില്ല, ഫോർമുല ഒന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ചെയ്തോ? നമുക്കറിയാം കോമൺ റേഷ്യോ എങ്ങനെ കാണാം പറഞ്ഞോ. സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ? ആണോ അല്ലേ? ഇതല്ലേ കോമൺ റേഷ്യോ കിട്ടുക. സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കോമൺ റേഷ്യോ കിട്ടുക. ഇതിന് ഈക്വൽ അല്ലേടാ? ഇതിന് ഈക്വൽ അല്ലേ? ദീസ് 2 ടേം കൺസിഡർ ചെയ്താ എന്താ? -7/2/x. അപ്പൊ നിങ്ങൾ നോക്കിയൊക്കെ ഡിവിഷനിൽ X ഇങ്ങോട്ട് വന്നാൽ എന്ത് വരും? X × X എന്ത് വരും? X² വരും. സോ ഓൾറെഡി അവിടെ -7/2 ഇവിടെ എന്താണ്? -7/2 ആളത്. നേരെ അങ്ങോട്ട് പോകുമ്പോൾ തല തിരിയില്ല കേട്ടോ. അത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതേപോലെ തന്നെ വരിക -2/7. സോ 7 ക്യാൻസൽ, 2 ക്യാൻസൽ, -- ക്യാൻസൽ. സോ X² = +or-1. സോറി, X = +1. പിന്നെ പഴയ പോലെ X² = +1 പറഞ്ഞാൽ ഇവിടെ ചെയ്ത് അതേ മെത്തേഡ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഇവിടെ ഫോർമുല B² = AC എന്നൊക്കെ പറഞ്ഞ് മറന്നു പോയാലും നിങ്ങൾക്ക് എന്തുണ്ട്? ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യുക കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ സമയത്തിന് ഓക്കെ. In a GP, the third term is 24 and sixth term is 192. Find the nth term. ഇത് സാധാരണ നമ്മൾ ചോദിക്കുക. ഇതും നമ്മൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേ പാറ്റേൺ നിങ്ങൾക്ക് ഓർക്കുന്നില്ലേ? 5ാമത് 24ഉം 28ാമത് 32ഉം ആണെങ്കിൽ അവിടെ എന്തായിരുന്നു ക്വസ്റ്റ്യന്? അങ്ങനെയാണെങ്കിൽ ഇത്രാമത്തെ ടേം 22ാമത്തെ ടേം കാണുക, കോമൺ ഡിഫറൻസ് കാണുന്നൊക്കെ. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത്. D കാണാനുള്ള ഒരു ഇക്വേഷൻ ഒക്കെ അല്ലേ. അപ്പം അതൊന്നും ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല, അങ്ങനത്തെ പാറ്റേൺ ഒന്നല്ല. ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാം. +1 ഒന്നും കൂടെ സ്റ്റാൻഡേർഡ് ആണ്. 10ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ D പദവ്യത്യാസം, സ്ഥാന വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് ചെയ്യണ്ടേ. സോ അങ്ങനത്തെ ഡ്രാമകളൊന്നും ഇവിടെ അല്ല. വളരെ സ്ട്രൈറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഡിവിഷൻ ചെയ്ത് അവിടെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ് ആയതുകൊണ്ടാണ്. ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഡിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് വളരെ സ്പീഡിൽ തെറ്റുകൂടാതെ വളരെ നിമിഷ നേരം കൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ 10ാം ക്ലാസ്സിൽ അങ്ങനെയല്ല, വളരെ റിസ്ക്കാണ്. മൈനസ് സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്ത് പ്ലസും മൈനസും അങ്ങോട്ടൊക്കെ മാറിപ്പോയ ആൻസർ കംപ്ലീറ്റ് കൊളാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ചാൻസ് ഇല്ല, കൊളാവുന്ന ചാൻസ് ഇല്ല, കാരണം ഈ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം. തേർഡ് ടേം ഈസ് 24. സോ പറ, നമ്മൾ AN എല്ലാവർക്കും അറിയാം. എൻ്റെ ഫോർമുല എന്താ? nth ടേമിൻ്റെ AR⁻n−1. സോ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ A3 = A × R⁻3−1. വാട്ട് ഈസ് ദ ആൻസർ? ഇത് എത്രയാകുന്നു? ക്വസ്റ്റ്യനിൽ പറയുന്നത് 24 ആകുന്നു. ഈസ് ഈക്വൽ ടു 24. ദാറ്റ് ഈസ് AR² = 24. അപ്പോൾ സാർ ഇനി A3 എഴുതണ്ട, വേണ്ട. ഇതേ ഈക്വൽ ടു ഇതാണെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. A3 നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സോ AR² = 24 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ എന്ത് കൊടുക്കുക? 1 കൊടുക്കാം. ഒബ്വിയസ്ലി നെക്സ്റ്റ് കേസ് കാണാം. സോ A6 കാണാം. ഇതേപോലെ തന്നെ A⁻R എന്താ? 6. Aയും 6ഒന്നും അറിയില്ല, അതുകൊണ്ട് 6 - 1 അത് എത്രയാകുന്നു? 192 ആകുന്നു. ദെർഫോർ അതായത് AR⁵5 എന്ന് പറയുന്നത് എന്താകുന്നു? 192 ആകുന്നു. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, 1 2 പുട്ട് ചെയ്യുക. സോ 1 2 പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ആരെ വെച്ച് വേണമെങ്കിൽ ഡിവിഷൻ ചെയ്യുക. ഇത് എന്താ ഇവിടെ സംഭവിച്ചത്? ഇൻറ്റു ആണ്.
ഇത് ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക വെച്ചാൽ ഇവിടെ നമുക്ക് ഡിവിഷൻ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പോൾ സപ്പോസ് 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലുള്ള ഗുണം എന്താ, അല്ലെങ്കിൽ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഗുണം എന്താ വെച്ചാൽ വലുത് ഇതാണ് 192, 24 ചെറുതാ. അപ്പോൾ വലുതിൽ നിന്നും ചെറുത് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ, നമുക്ക് സിംപ്ലിഫിക്കേഷൻ കൂടെ എളുപ്പമാവും. എളുപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടെന്ന് ഡയറക്റ്റ് ആൻസർ കിട്ടും. അതല്ലെങ്കിൽ താഴെയുള്ളതിന് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും, റൈറ്റ് ആൻഡ് സൈഡിലോട്ട് മൂവ് ചെയ്യേണ്ടി വരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 ഡിവൈഡ് ബൈ 1 ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് തോന്നുന്നത് 1 ഡിവൈഡ് ബൈ 2 ചെയ്യുക, ഡിനോമിനേറ്റർ ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 2 ഇക്വേഷൻ സോൾവ് ചെയ്യാം. സോ ഫസ്റ്റ് 1 എടുക്കാം, AR square equal to 24, that is equation number 1. Second, AR raised to 5 equal to 192, that is equation number 2. സാധാരണ സോൾവ് ചെയ്യണം അതേപോലെ തന്നെ ഇവിടെ സോൾവ് ചെയ്യുക. ആക്ച്വലി ഡിവിഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്, 2/1 ആണ് ചെയ്യുന്നത്. സോ 2 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ, AR raised to 5, റൈറ്റ് ഹാൻഡ് സൈഡ് 1 എന്താ, AR square. അതേപോലെ തന്നെ ഇതിന്റെ റൈറ്റ് തന്നെ എഴുതണം കേട്ടോ, അങ്ങോട്ട് മാറരുത്, ഇത് മാറി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. സോ A ക്യാൻസൽ, R square 6 5 ക്യാൻസൽ, ദാറ്റ് ഈസ് R ക്യൂബ് ഈക്വൽ ടു 24 192 8 കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സോ R ക്യൂബ് 8 ആണെങ്കിൽ നിങ്ങൾ പറ എങ്ങനെ കാണാം, 8നെ 2 കൊണ്ട് കട്ടാണ്, 4 2, 4ന്റെ പകുതി 2 2 1. സോ 2 എത്ര ഉണ്ടടാ, R ക്യൂബ് ഈക്വൽ ടു 2 ക്യൂബ് ആണ് 8. സോ therefore നമുക്ക് R എന്ത് പറയാം, R ഈക്വൽ ടു എത്ര പറയാം, R ഈക്വൽ ടു 2 ആണെന്ന് പറയാം അല്ലേ. R ന്റെ സ്ഥാനത്ത് R എത്രയാണ്, 2 ആണ്. സോ അങ്ങനെ നമ്മൾ 6 കണ്ടു. 6 കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ഏതാ കണ്ടേ, നേരെ കണ്ടോ, അതേ ഫോർമുല നമ്മൾ കൊടുത്തോ, A എൻട്രിയിൽ കൊടുത്തോ. എത്രാമത്തെ കണ്ടേ, A10 അല്ലേ കണ്ടേ. സോ A10 ഈക്വൽ ടു A കിട്ടി, സോറി 6 കിട്ടിയിട്ടുള്ളൂ, A കിട്ടിയിട്ടില്ലല്ലോ. സോ 6 നമുക്ക് നോക്കാം, ഇവിടെ കിട്ടാം കേട്ടോ. സോ 6 കിട്ടി, നമുക്കിവിടെ ഇപ്പം A കൊടുക്കണമെങ്കിൽ A കിട്ടണ്ടേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുക്കുക, ചെറുതിൽ കൊടുത്തു, AR square ഈക്വൽ ടു 24, ഇതിൽ കൊടുത്താൽ ഏറ്റവും എളുപ്പം അതാണ് ചെയ്യാൻ. സോ A അറിയില്ല, A കണ്ടെത്താം. 2 square ഈക്വൽ ടു 24. സോ A എത്ര കിട്ടും, A × 4 ഈക്വൽ ടു 24. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. 24 ഇൻറ്റു കൊണ്ട് വന്നാൽ എന്താ, ബൈ 4 അല്ലേ, കട്ട് 12/2. സോ 6 അല്ലേ, 6 കിട്ടും. സോ ഇവിടെ A കൊടുക്കുക, 6 ഇൻറ്റു 6 എത്രയുടെ കൊടുക്കുക, 2 raised to n - 1 10 - 1. സാർ ഇപ്പോൾ സ്പീഡിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് നാളെ എക്സാം അല്ലേ, അപ്പോൾ വളരെ സ്പീഡിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരുപാട് സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. സോ വാട്ട് ഈസ് ദി ആൻസർ? സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 512 അല്ലേ, 512. സോ 6 × 512 3072 ആണ് ആൻസർ കിട്ടുക. ഈ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആട്ടോ. 3072 ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടുക. ഓക്കെ, എടാ 2⁻9 512. 2⁻10 എത്ര, 1024. ഈ ഫാൻസി നമ്പർ പഠിക്കണത് നല്ല കേട്ടോ. നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് പോയാൽ മനസ്സിലാവും. അതായത് ഒരു മെമ്മറി കാർഡ് ബേസിൽ. സോ 512 അല്ലേ, 512 അത് കഴിഞ്ഞാൽ 512ൻ്റെ ഇരട്ടിയാണ് 1024. അപ്പോൾ നമുക്ക് 2⁻10 എന്നൊക്കെ പറഞ്ഞാൽ 1024 ആണ് കേട്ടോ. അതൊരു ഹിന്റ് നോട്ട് ചെയ്തോ, നമുക്ക് ആവശ്യം വരും. ഓക്കെ, നമുക്ക് ഇവിടെ ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the third term, 8th term, 13th term of GPA blah 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 സാധനം, എടാ ആക്ച്വലി ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചില ആളുകൾക്ക് ഇതൊക്കെ ടെൻഷൻ ആവും, കാരണം ഇതൊരു തിയറി പാറ്റേണിൽ വരില്ലേ. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇത് എന്തോ ഒരു വല്ലാത്ത ടഫ്. ആക്ച്വലി ഇതൊരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ എക്സാമിന് വരട്ടെ. അതൊക്കെ പ്രീവിയസ് ഇയർ വന്നാണ്, മുൻ വർഷങ്ങളിൽ വന്നാണ്. സോ അതൊക്കെ വരികയാണെങ്കിൽ നമ്മളെ ഭാഗ്യമാണ്, കാരണം ഇതൊരു ടഫുള്ള ക്വസ്റ്റ്യൻ അല്ല, ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇഫ് ദ തേർഡ് ടേം, 8th ടേം, 13th ടേം ഓഫ് GP are XYZ. അപ്പോൾ നമുക്കറിയാം തേർഡ് ടേം നമ്മൾ എങ്ങനെ കാണാം, പറ. A എന്ന് പറഞ്ഞാൽ എന്താ, അതേപോലെ AR raised to n - 1. വാട്ട് ഈസ് A third? A3 ഈക്വൽ ടു A × AR raised to 3 - 1. വാട്ട് ഈസ് ദി ആൻസർ? AR സ്ക്വയർ. ഈ AR സ്ക്വയർ എത്രയെന്നാ പറയുന്നത്, തേർഡ് ടൈം എത്രയെന്നാ പറയുന്നത്, അവരെടുത്ത് X ആയിട്ട് എടുത്തുള്ളൂ. അപ്പോൾ ജനറലി നമുക്ക് X ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. സോ അതേപോലെ A8. ഇനി നല്ല സ്കില്ലുണ്ടെങ്കിൽ A8 എങ്ങനെ എഴുതാം, 8 1 കുറച്ചിട്ട് 7 എന്ന് എഴുതിയാൽ മതി. മനസ്സിലായി? ഈസ് ഈക്വൽ ടു എത്രയാണ്, Y അല്ലേ. സോ 8 ഇതുപോലെ തന്നെ എടാ A × R raised, എടാ 8 ആണെങ്കിൽ ഇവിടെ ഒന്ന് 7 എഴുതിയാൽ പോരെ, എന്തിനാ കുറേ സമയങ്ങളായിരുന്നു, Y അല്ലേ. എന്നൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായില്ലേ, 2. സോ ഒബ്വിയസ്ലി A13 എത്ര കിട്ടൂടാ, A13 എന്ന് പറഞ്ഞാൽ AR raised to 12 എഴുതിയാൽ മതി സാറേ, നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്ന സെറ്റപ്പ്. സോ എത്രയാടാ, ഇക്വേഷൻ നമ്പർ 3. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, then prove that x, y, z are in GP. എടാ എക്സും വൈയും സെറ്റും GPയിലാണെന്ന് പറയാം. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ അറിയാം x, y, z GPയിലാണ്. നമ്മൾ എങ്ങനെ കണ്ടെത്തുക, ഓൺലി കോമൺ റേഷ്യോ അല്ലേ, ഓൺലി കോമൺ റേഷ്യോ വഴി മാത്രമേ നമുക്ക് കണ്ടാൻ പറ്റുള്ളൂ അല്ലേ. സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം, അതുപോലെ ലാസ്റ്റ് 2 ടേം ആണെങ്കിൽ അതിന്റെ ടേം ഡിവൈഡ് ബൈ, അപ്പോൾ ഡിവിഷനിൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ജനറലി നമ്മൾ ഇവിടെ പറയാം, ഇതിപ്പോൾ 3 GPയിലാണെങ്കിൽ നമ്മൾ എന്താ പറയാ, y/x സമം എന്താ, ദീസ് 2 ടേം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോമൺ റേഷ്യോ എങ്ങനെ കാണാം, y/x ആണ്. ദീസ് 2 ടേം കാണുകയാണെങ്കിൽ എങ്ങനെ കോമൺ റേഷ്യോ കാണാം, z/y ആണ്. ഇവർ തമ്മിൽ ഈക്വൽ ആവണ്ടേ,
ഈ കിട്ടുന്ന രണ്ട് ഉത്തരവും എന്താണോ ഈക്വൽ ആവണം. അപ്പോൾ നമ്മൾ y/x കാണാം z/y കാണാം. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. സോ നമുക്ക് കണ്ടോക്കാം. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം, y/x കണ്ടോ. സോ y/x സമം വാട്ട് ഈസ് y ഹിയർ, y ഹിയർ ar⁻⁷ അല്ലേ, ar⁻⁷. വാട്ട് ഈസ് x ഹിയർ, ar². സോ a ക്യാൻസൽ, r² r7 ക്യാൻസൽ. വാട്ട് ഈസ് ദി ആൻസർ, അല്ലെ ഏണത്തിന് രണ്ടെണ്ണം പോയ r⁵5 ആണ്. സോ ഒബ്വിയസ്ലി z/y നിങ്ങൾ കാണാം, z/y കണ്ടോ, z/y z എത്ര, ar⁻12y ar⁻, സെയിം ആൻസർ കിട്ടുക, ഒന്നും നോക്കാനില്ല കേട്ടോ. 12 കട്ടാക്കി കഴിഞ്ഞാൽ r⁵5 ആണ്. സോ നമുക്ക് ക്ലിയർ ആയി, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ആൻസർ ഇത്രയും കാണിച്ചാൽ മതി. therefore നമ്മൾ എന്ത് പറയാം, xyz r in gp. ഫൈനൽ കീ ഇതാണ്, therefore xyz r gp. So next question പറയാണ്, prove that xyz in the above satisfy the equation y⁻10 by x⁻z all⁻5 equal to 1. It's an easy one. So y⁻10, അപ്പോൾ y⁻10 നമ്മൾ അവിടെ എടുക്കട്ടെ. നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, LHSനെ പിടിക്കാം. നമുക്ക് LHS എടുക്കാം, y⁻10 xz all⁵5. ആക്ച്വലി xz നമ്മളൊന്ന് കണ്ടു നോക്കാം. xz എന്താ, xzന്റെ ആൻസർ എന്താ, y² ആണോ സാറേ, ഒന്നും മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ നോക്കി നോക്കി, ഈ ഇക്വേഷനിൽ നമ്മളെ ബോക്സ് ചെയ്ത ഈ സാധനം, ഇതിലുമ്പോൾ സാധനം ഉണ്ട്, ഇതിമ്മ ഇത് കണക്ട് ചെയ്യാനുള്ള സാധനം ഉണ്ട്. നോക്കേ എടാ, ഇപ്പൊ ഇവിടെ ആക്ച്വലി xz അല്ലേ, നോക്കേ ഈ ഡിവിഷൻ x ഇങ്ങോട്ട് പോലെ എന്താവും, അത് ശരിയാ സാർ പറഞ്ഞത്, xz ആവും. ഈ y ഇങ്ങോട്ട് വന്നാൽ എന്താവും, y² ആവും. അപ്പൊ നമ്മൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും, xz y². അപ്പൊ xz y² കിട്ടി. നോക്കി എത്ര സിമ്പിൾ ആയിട്ട് അവിടെ ചെയ്ത്, ഇത് വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. xz എന്ന് പറഞ്ഞാൽ y² all⁻5. നമുക്കറിയാം a⁻m all⁻n 2 5 എന്താവും, 10 ആവും അല്ലേ, മുകളിലും അതിലും ഒരേപോലെ വന്ന വാട്ട് ഈസ് ദി ആൻസർ, 1. സോ 1 ഈസ് ദ ഔട്ട്പുട്ട്. ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞത് എല്ലാ ക്വസ്റ്റ്യനും സിമ്പിളാണ്, ഒരു ടഫുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല. കുറച്ച് സ്പീഡിൽ ചെയ്യുന്നുണ്ടെന്ന് മാത്രം, അത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അധികം സമയമില്ല, നാളെ എക്സാം ആണ്, സോ കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ, കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ ബ്ലാ ബ്ലാ ബ്ലാ. നമുക്ക് ജോമെട്രിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ആൻഡ് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. രണ്ട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ്, നമ്മൾ ആൾജിബ്രിക് ഫോം കാണാൻ പറഞ്ഞിട്ടുണ്ട്, Sn കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു Sn ഉള്ള ഒരു ആൾജിബ്രിക് ഫോം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സം ഓഫ് ഫസ്റ്റ് 5 ടേം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി രണ്ട് ക്വസ്റ്റ്യൻ കാണാം, ഒന്ന് Sn കാണാണ്ട് S5 കാണാണ്ട്. ആക്ച്വലി നമുക്ക് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ കാണാനുണ്ട് അല്ലേ. അപ്പോൾ Sn നമുക്ക് ആദ്യമേ കാണാം, കാരണം ആദ്യം Sn കണ്ടാൽ എന്താ ഗുണം, ആദ്യം S5 കാണണ്ട, S5 കണ്ടാൽ വീണ്ടും Snക്ക് പോകണം. അപ്പോൾ അതിനെക്കാട്ടി നല്ലതാണ് Snന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അതിലാണ്ട് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടൂലേ. അപ്പോൾ ആദ്യം നല്ലത് എന്താണ്, Sn കാണുന്നതാണ് കേട്ടോ. ഇപ്പം ഏത് ലെവലിൽ വേണമെങ്കിലും നിങ്ങൾ കണ്ടോ, ഒന്നും കുഴപ്പമില്ല. ഓക്കെ, സിംപ്ലി നമുക്ക് നോക്കാം. സോ 1 + 2/3 + 4/9 ഇതാണ് സീക്വൻസുകൾ, ഓരോ ടേമുകൾ. അപ്പോൾ നമുക്ക് ജനറലി 1 ഉണ്ട്, 2/3 ഉണ്ട്, 1, 2/3, 4/9 ഇതന്നെ സാധനം. ഇത് പ്ലസ് ഇട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്ത് കാണാം, Sn കാണാം. സോ Snന്റെ ഫോർമുല എന്താ, പറ എഴുതിക്കൂട്. Sn = a ഇൻറ്റു r⁻n - 1/r. സോ ശരിയല്ലേ സാർ എഴുതിയത് ശരിയാണ്. Sn = a ഇൻറ്റു r⁻n - 1/r. Snന്റെ ഫോർമുല ആയിട്ടാണ് പറയുന്നത്. സോ വാട്ട് ഈസ് ഹിയർ a1. വാട്ട് ഈസ് r എന്ന് പറഞ്ഞാൽ 2/3 / 1. വാട്ട് ഈസ് ദി ആൻസർ, r = 2/3. സോ സബ്സ്റ്റിറ്റ്യൂട്ട് Sn = a ഹിയർ 1 എഴുതിയാലും കണക്ക് തന്നെ, കാരണം അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. 2/3 all⁻n. n അറിയോ, n ഇപ്പൊ ജനറൽ ഫോർമുലേറ്റ് എഴുതുകയാണെങ്കിൽ n അറിയില്ല, n -1/r-1 2/3 - 1. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തോ കേട്ടോ. 2/3 - 1 സെപ്പറേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കിടന്ന് അലമ്പാക്കണ്ട. സോ ക്ലോസ് ചെയ്ത 2 - 3/3. സോ ആൻസർ ഈസ് -1/3 അല്ലെ. 2 - 3 എന്ന് പറഞ്ഞാൽ -1/3. സോ ആ -1/3 ന്യൂമറേറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ കൂടാ, സോ Sn സമം അല്ലെ 1 ഒക്കെ അവിടെ നിന്ന് പോയി. സോ ഡിനോമിനേറ്ററിലുള്ള ഇപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ -1/3 ആണ്, നേരെ ന്യൂമറേറ്ററിലോട്ട് വന്നാൽ 3/-1 വരും അല്ലേ. 3/-1 ഇങ്ങനെ വരും ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ. പിന്നെ അവിടെ ബ്രാക്കറ്റിൽ എന്താ ഉണ്ടാവുക, 2/3 all⁻n - 1 അത്രയല്ലേ വരുള്ളൂ. സോ -3/1 എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് -3 എന്ന് എഴുതിയാൽ പോരെ, എന്തിനാ -3/1 എന്ന് എഴുതുന്നത്, -3. സോ ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടൂടാ, ആൻസർ കിട്ടും. ഓക്കെ, കറക്റ്റ് ആൻസർ, ഇങ്ങനെ ആൻസർ കിട്ടും. സോ Sn ഇങ്ങനെ കിട്ടും. ഇനി
ഇത് ചില ആളുകൾ ഉണ്ടാവും കേട്ടോ 1 - r/1 - r ചെയ്യുന്ന രണ്ട് ചെയ്താലും സെയിം ആൻസർ തന്നെ വരും കേട്ടോ. സോ എസ് എന്ന് കിട്ടി. ഇനി എസ് എത്ര കാണണ്ടേ? എസ് 5 കാണണ്ടേ? നേരെ കൊടുത്തോ. ഞാൻ ഇവിടെ കൊടുക്കാം. നമ്മൾ ഒറ്റ ബോർഡിൽ തന്നെ ഒക്കെ ചെയ്യുന്നത്. സോ നിങ്ങൾ അപ്പം ചെയ്ത് പോകണം. S5 = സോ -3. സോ ഇതിന് നേരെ കൊണ്ടുകൊടുത്താൽ മതി കേട്ടോ. 2/3 റേസ് ടു n എത്രടാ? 5 - 1. സോ വാട്ട് ഈസ് ദി ആൻസർ? -3 × 2⁵, 3⁵ -1. ഇതൊക്കെ നമ്മൾ കാണണം കേട്ടോ. ഇതൊക്കെ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അവൈലബിൾ ആണ്. സോ ആൻസർ ഞാൻ പറയാം 32/243 അല്ലേ? 32/243. ഞാൻ കാൽക്കുലേറ്റർ ആൻസർ എഴുതുന്നത്. സോ -3. സോ അത് സിംപ്ലിഫൈ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക അല്ലേ? 1 × 32 ഇവിടെ കാണിക്കാൻ സ്റ്റെപ്പാണ്. 32 243/243 സ്റ്റെപ്പ് ഞാൻ എഴുതട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ മെസ്സേജ് അയച്ചും കൊണ്ട് വരും. സോ വാട്ട് ഈസ് ദി ആൻസർ? -3. 32 - 243 പറഞ്ഞാൽ 211 -211 / 243. സോ മൈനസ് പ്ലസ് ആവും. സോ ആൻസർ ഈസ് 211 അല്ലേ? ഇവിടെ കട്ടാവും. ആരെ കട്ടാവുക? ഇവിടെ മൈനസ് പ്ലസ് ആവും. സോ ഇവിടെ എന്ത് വരും? 3 × 211/243. ഈ പ്ലസ് ഒന്നും എഴുതണമെന്നില്ല. സോ 3 243 ക്യാൻസൽ ആകുമ്പോൾ കിട്ടുക 211/81 ഈസ് ദ ഫൈനൽ ആൻസർ. ഇസ് ദ ഫൈനൽ കീ. കറക്റ്റ് ആൻസർ കീയാണ്, വെരിഫൈഡ് കീ ആണ് കേട്ടോ. തെറ്റില്ല, വെരിഫൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ GP. Consider the GP 3, 6, 12 etc. Which term of GP is 96? അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര 10, 13, 72 എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ചെയ്ത പോലെ ബേസ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n so that the sum of GP is n ന്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ സം ഓഫ് n ടേംസ് ഓഫ് GP. ഒരു GPയുടെ സമ്മ് മൊത്തം കൂടിയ 381 വന്നാൽ അതിൽ എത്ര എണ്ണുകൾ ഉണ്ട് എന്ന് നമ്മൾ പറയണം. അത് നമ്പർ ഓഫ് ടൈം എത്രയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ആദ്യം പോവാം. കൺസിഡർ GP 3, 6, 12 വിച്ച് ടേം ഓഫ് GP is 96 അല്ലേ? 96 ഏതാണെന്ന് കാണണം. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡാറ്റ കിട്ടും? അപ്പോൾ n-ാമത് അല്ലെങ്കിൽ nth ടേം കാണാന്നുള്ളതാണ് അല്ലേ? അപ്പോൾ nth ടേമിന്റെ ഫോർമുല എന്താ? നമ്മൾ പറഞ്ഞു an = a × r⁻n-1 ആണ്. അത് ഓൾറെഡി എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 96 ആണ്. അത് n-ാമത്തെ ടേം കേട്ടോ, 96 ആണ്. സോ വാട്ട് ഈസ് a ഹിയർ? 3 × r ഹിയർ. r എങ്ങനെ കിട്ടുക? 6/3 ചെയ്താൽ മതി അല്ലേ? 6/3 ചെയ്താൽ 2 ആണ് കിട്ടുക. സോ ഇവിടെ r എന്ത് കിട്ടും? 2 കിട്ടും. n-1 n അറിയില്ല, n ഇപ്പോൾ നമ്മൾ കണ്ടെത്തും. അപ്പോൾ 96 3 × വളരെ ഈസി ആണല്ലോ സാറേ. 3 ഇങ്ങോട്ട് വന്നാൽ എന്ത് വരടാ? 96/3 2 × n-1 അല്ലേ? 96 എത്ര? 3 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 3 30 30 30 60 32 അല്ലേ? സോ 32 = 2⁻n-1. സാർ എങ്ങനെ ചെയ്യും? ഇവിടെ നോക്കേ, 32നെ 2 കൊണ്ട് എന്ത് ഘടകങ്ങളാക്കാം? 32ന്റെ പകുതി എന്താ? 16 അല്ലേ? 10 20 32. വീണ്ടും 16ന്റെ 8, വീണ്ടും 2 4, വീണ്ടും 2, വീണ്ടും വെറുപ്പിക്കുക. 2 2 1 പരമാവധി വെറുപ്പിക്കുക. 1 2 3 4 5. സോ 2⁵5 ആണ് എന്ത്? 32. ദാറ്റ് ഈസ് 2⁻n-1. രണ്ടും ഈക്വൽ ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ ഈക്വൽ ആക്കി കഴിഞ്ഞാൽ എന്ത് പറയടാ? n-1 = 5, n = 6 അല്ലേ? -1 അങ്ങോട്ട് പോയാൽ +1. ഓക്കെ. സോ n = 6. ദാറ്റ് ഈസ് എ ഈസി ആൻസർ. നമ്പർ ഓഫ് ടൈം എത്ര എണ്ണാണ് സാർ? ഇവിടെ ഇപ്പോൾ n ആണ് കണ്ടുപിടിച്ചത്. വിച്ച് ടേം ഓഫ് n? ആറാമത്തെ ടേമാണ്. 96. ക്ലിയർ? ആറാമത്തെ ടേമാണ് 96 കേട്ടോ. ഇതൊക്കെ ആൻസറൊക്കെ ഈ കറക്റ്റാണ്, അതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. n കറക്റ്റാണ്. എടാ ഇനി പറയുന്നത് എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് n so that the sum of n term is 381. എടാ ഇവിടെ ക്വസ്റ്റ്യനിൽ സം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ SN-ന്റെ ഫോർമുല വേണമെങ്കിൽ എഴുതാം. ക്വസ്റ്റ്യനിൽ SN എന്ന് കണ്ടാൽ, സം എന്ന് കണ്ടാൽ SN-ന്റെ ഫോർമുല ഉപയോഗിച്ച് വേണം ഈ n കണ്ടെത്താൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നന്നായി റീഡ് ചെയ്യണം കേട്ടോ. സോ സമ്മിന്റെ ഫോർമുല പറഞ്ഞു. സമ്മിന്റെ ഫോർമുല ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നത്. പറഞ്ഞു സമ്മിന്റെ ഫോർമുല എന്താ? SN = a × r⁻n-1/r-1. ആ സം എത്രയാണ്? 381 ആണ്. സോ നമ്മളവിടെ കൊടുത്തു. സോ വാട്ട് ഈസ് a ഹിയർ? 3 ആണ്. r എത്രയാണ് കിട്ടിയത്? 2 ആണ്. n എത്രയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് n ആണ് കാണുന്നത്. അപ്പോൾ n അറിയില്ലേ? -1 r-1. വാട്ട് ഈസ് r ഹിയർ? 2 - 1. ഓക്കെ. 381 3 × ഇതൊന്നും ചെയ്യാനില്ല. അതിങ്ങനെ എഴുതി വെക്കാൻ പറ്റുള്ളൂ. r-1 എന്ന് പറഞ്ഞാൽ 1 പിന്നെ എഴുതണമെന്നില്ല അല്ലേ? ഇങ്ങനെ കിട്ടും. സോ 3നെ പിടിച്ചിങ്ങോട്ട് താത്താം അല്ലേ? അപ്പോൾ 381/3 എന്തായാലും കൃത്യമായിട്ട് കട്ടായി പോകേണ്ടതാണ് കേട്ടോ. 381 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കട്ടായി പോകേണ്ടതാണ്. സോ കട്ടായി പോകും. കട്ടായി പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് വെച്ചാൽ 127 കിട്ടും. ആണോ അല്ലേ? 127. യെസ് സാർ, 127. 2⁻n-1 -1 ഇങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? 127 + 1
2n. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2n = എന്ത് കിട്ടും? 128 കിട്ടും. അപ്പോൾ 128നെ 2 കൊണ്ടാണ് ഘടകങ്ങൾ ചെയ്യാം. സാർ കുറച്ച് നേരം വെളുക്കും. നേരം വെളുത്താലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ നമ്മൾ 2 പവറിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. ഒരു 2 power 10, 2 power 11, 2 power 12 എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റർ വേണമെങ്കിൽ പുട്ട് ചെയ്താലും മതി. അങ്ങോട്ട് അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ. 128ന്റെ പകുതി 60, 64 ഇങ്ങനെ പോവാം. 64ന്റെ പകുതി 32, 2, 16, 16ന്റെ 2, 8, 2, 4, 2, 2, 2, 1. സോ 1, 2, 3, 4, 5, 6, 7. എത്ര 7 അല്ലേ? അയ്യോ 2n = 2/7. Therefore n = എത്രയാണ്? 7. ഓക്കെ, 7 അല്ലേ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചുമ്മാ അങ്ങനെ കാണണമെന്നില്ല. ചുമ്മാ 2/5, 2/6, 2/7 കൊടുക്കുമ്പോഴത്തേന് 128 എന്ന് വന്നാൽ അതന്നെ ആൻസർ കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രീൻ. അടുത്ത കൺസിഡർ GP 3, 3/2, 3/4 etc. ഫൈൻഡ് ദി കോമൺ റേഷ്യോ ഓഫ് GP. അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഹൗ മെനി ടേംസ് ഓഫ് എബോവ് GP ആർ നീഡഡ് ടു ഗിവ് ദ സം 30/69/512. സോ ഫൈൻഡ് ദി കോമൺ റേഷ്യോ. അതെല്ലാവരും കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടുപിടും. സോ R = എന്താ? സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം. 3 എന്ന് പറഞ്ഞാൽ 3/1 ആണ്. നേരെ ന്യൂമറേറ്ററിലോട്ട് വന്നാൽ 3/2 × 1/3 ആവും കേട്ടോ. 3 ക്യാൻസൽ. സോ വാട്ട് ഈസ് ദി ആൻസർ? 1/2 ഈസ് ദി ഫൈനൽ ആൻസർ. സോ കോമൺ റേഷ്യോ കിട്ടി. സോ ഹൗ മെനി ടേംസ് ഓഫ് എബോവ് GP, മുകളിലുള്ള GPനെ പറ്റിയിട്ട് തന്നെ പറയുന്നത് കേട്ടോ. ഹൗ മെനി ടേംസ് ഓഫ് എബോവ് GP ആർ നീഡഡ് ടു ഗിവ് ദി സം 30/69/512. നേരത്തെ ചെയ്ത സെയിം സം എന്ന് കണ്ടു കഴിഞ്ഞാൽ വെരി സം എന്ന് കണ്ടാൽ SN എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കുക. വേറെ ഒരു ഓപ്ഷനും ഇല്ല. A × R/(n-1/R-1). സം എത്രയാണ്? നമ്പർ നമ്മൾ കാണുമ്പോൾ ഭയങ്കര അലമ്പാണ്, പക്ഷെ അത് വളരെ സിമ്പിളാണ് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവന്മാർ ഇടുന്നതാണ്. സോ A എത്രയാണ്? 3 ആണ്. R ഓൾറെഡി ഇപ്പോൾ കിട്ടി. എത്രയാടാ? 1/2. 1/2 ഓൾ റേസ് ടു n. ഹൗ മെനി ടേംസ് എന്നല്ലേ പറഞ്ഞു, അപ്പോൾ n അറിയില്ലല്ലോ. -1/R-1, 1/2 -1. ഇനി 30/69/512 കട്ടാക്കി കളിക്കാനൊക്കെ പറ്റുമോ? അല്ലേ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ശരിയാക്കാം. നോക്ക്, 30/69 അവിടെ നിൽക്കട്ടെ. ചിലപ്പോൾ ഇത് കൃത്യമായിട്ട് കട്ടായി പോകുന്നുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ കട്ടായി പോകണമെങ്കിൽ അവരങ്ങനെ തരൂല. ക്വസ്റ്റ്യനിൽ ഇത് ഇങ്ങനെ കട്ടായി പോകുന്നതാണെങ്കിൽ ഇവന്മാർക്ക് തരില്ല. ഇതൊന്നും കൂടെ കട്ടാക്കിയിട്ട് നമുക്ക് തരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കട്ടായി പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. നോക്കാം. എടാ ½ -1 അതൊന്ന് ശരിയാക്കിക്കുക. ½ -1. എടാ 1 - ½ എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. അപ്പോൾ ½ -1 എന്ന് പറഞ്ഞാൽ -½ അതൊക്കെ ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 3 × 1/2 ഓൾ റേസ് ടു n -1/-. എടാ ഈ -½ നേരെ ന്യൂമറേറ്ററിലോട്ട് വന്നാൽ എന്താ പറയാ? കാൽക്കുലേഷനാണ് ഇവിടെ എല്ലാവർക്കും പ്രശ്നം കേട്ടോ. ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ഒന്നും വിടുന്നില്ല. ഏത് ലെവലുള്ള ആളുകളാണെങ്കിലും കറക്റ്റ് സ്റ്റെപ്പ് ഞാൻ എഴുതാം കേട്ടോ. 1/2 ന്യൂമറേറ്ററിലോട്ട് വന്നാൽ എന്ത് വരും പറ? 3 × -2/1 അല്ലേ? -1/2 2/-1 ദാറ്റ് ഈസ് -2/1. ഓക്കെ, പിന്നെ അവിടെ ആരല്ലേ ബ്രാക്കറ്റിൽ ആരുണ്ട്? 1/2 ഓൾ റേസ് ടു n -1. സോ 3 × -2 -6. 1/2 ഓൾ റേസ് ടു n -1. വാട്ട് ഈസ് ദി ആൻസർ? 30/69/512. എടാ ഈ -R ഇൻറ്റു അത് ഡിവിഷനിലോട്ട് വന്നാൽ എന്താവും? അപ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് പോയിക്കോ. 30/69 ഡിവൈഡ് ബൈ 512 ഇൻറ്റു -R. സോ നമുക്കവിടെ വൃത്തിയിൽ കിട്ടും 1/2 ഓൾ പവർ n -1 ഇങ്ങനെ കിട്ടും. സോ സിംപ്ലിഫൈ ചെയ്യാം. 30/69/512 ഇൻറ്റു -R കിട്ടുക 30/72 റൈറ്റ്. 30/72. സോ 30/72 ഇങ്ങനെ കിട്ടും. 30/72 കറക്റ്റ് ആൻസർ ആട്ടോ. ആൻസർ വെരിഫൈഡ് ആണ്. ആൻസർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാർ കേട്ടോ. 30/72. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 ഓൾ പവർ n -1 കിട്ടും. എടാ ഇതിപ്പോൾ കട്ട് ചെയ്യാനൊന്നും പറ്റൂല. ഈ -1 ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ഇപ്പോൾ ഇത് കട്ടാവൂല ഈ നമ്പർ ഒന്നും കേട്ടോ. ഈ -1 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോ ഫൈനൽ -1 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറ 30/69 -1 ഇങ്ങോട്ട് വന്നാൽ +1 അല്ലേ വരിക. സോ ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ അല്ലേ? 2 മറന്നു പോലെ മൈനസ് ഉണ്ട് അല്ലേ? മിസ്റ്റേക്ക് ആയ 30/69 ബൈ ആ മൈനസ് മേലിട്ടാലും മതി കേട്ടോ. അടിയിൽ കൊടുക്കുന്ന പോലെ മേലിട്ട് കൊടുത്താലൊന്നും കുഴപ്പമില്ല. 30/72 മൈനസ് കൊണ്ട് വന്നാൽ എന്താ +1 ആവും. സോ വാട്ട് ഈസ് ദി ആൻസർ? 1/2 ഓൾ പവർ n. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 × മൈനസ് എത്ര വരും പറ? -30/69 അതുപോലെ സെൻട്രൽ ചിഹ്നം +1 × 30/72 അല്ലേ? അപ്പോൾ എത്ര വരടാ? 30/72 ഓൾ ഡിവൈഡ് 1 × 30/72
72. ഇവിടെ 30 69 + 30 72 എന്നല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ 1/2 ഹോൾ പവർ n. ഇത് മൈനസ് ചെയ്ത് നോക്കെ. -30 69 + 30 72 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 69 സാറേ 72. ചെറിയ നമ്പറല്ലേ ഉള്ളൂ, 3 അല്ലേ വരുന്നത്. 3 അല്ലേ. 3/30 72 = 1/2 പവർ. മക്കളെ ഈ 3 30/72 കട്ടാവും. എത്ര തവണ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾ 3/30/72 കാണണ്ട, പകരം 30/72 ഡിവിഷൻ ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എത്ര കിട്ടും? 1024 കിട്ടുക. 1024. സോ 1/1024. ഞാൻ നിങ്ങളോട് പറഞ്ഞു നേരത്തെ ഇങ്ങനത്തെ ഒരു ഫാൻസി നമ്പർ വരുമ്പോൾ പഠിച്ചു വെക്കാൻ അല്ലേ. 1/1024 നമുക്ക് എന്ത് ചെയ്യാടാ? 1/2 എന്ന് എഴുതാം. എന്തൊക്കെയാ സാറ് കാണിക്കുന്നത് നോക്ക് മക്കളെ. 1/10 ഒന്നിന്റെ പവറിൽ എത്ര ഇട്ടാലും 1. 2/10 എത്രയാടാ? 1024. അപ്പോൾ നമ്മൾ 1024 ഫാൻസി നമ്പർ ഓർത്ത് വെക്കുക. 2/10 ആണ് 1024. സോ therefore n എത്രയാടാ? n = 10. ഇത് എക്സാമിന് വരും, പഠിച്ചോ കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പിള്ളേർ കാൽക്കുലേഷൻ പാർട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആവും, പക്ഷെ പ്രാക്ടീസ് ചെയ്യുക, എക്സാമിന് വരും കേട്ടോ. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് GP ഹൂസ് തേർഡ് ടേം തന്നു 8th ടേം തന്നു. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരട്ടെ, അതിൻ്റെ കീ തരട്ടെ നിങ്ങൾക്ക്. കാരണം ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ഇതേ പാറ്റേൺ ചെയ്തല്ലോ. ഞാൻ നിങ്ങളിത് ഹോംവർക്ക് ആയിട്ട് തരട്ടെ. സോ ഇതിൻ്റെ 6 ഒക്കെ എഴുതി തരട്ടെ. ഇതിൻ്റെ 6 2 ആണ്. അത് സാർ ചെയ്യേണ്ട ആവശ്യമില്ല. 6 = 2 ആണ് കിട്ടുക. നിങ്ങൾ സിംപ്ലിഫൈ 6/5 കിട്ടോടാ. 6/5 കിട്ടും, 32 കിട്ടും. അപ്പോൾ നിങ്ങളിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6 2 ആണ് കിട്ടുക കേട്ടോ. ദാറ്റ് ഈസ് 2/5 കിട്ടും. ഞാൻ ഇവിടെ എല്ലാ സ്റ്റെപ്പും എഴുതാം. 2/5. ഓക്കെ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാടാ. സോ അത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാണേണ്ടത്? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 ടേംസിന്റെ സമ്മ് കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. അപ്പോൾ നിങ്ങൾ എന്ത് കാണാം? S5 കാണാം കേട്ടോ. S5 കാണാം. S5 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 3069 ആണ് ആൻസർ കിട്ടുക കേട്ടോ. ആൻസർ കിട്ടിയ ആളുകൾ കമൻറ്റ് ചെയ്യണേ. ആൻസർ കിട്ടിയത് സാറേ എന്ന് പറഞ്ഞാൽ 3069 തന്നെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഹോംവർക്ക് തന്നു. സെയിം ക്വസ്റ്റ്യൻ അതേ മോഡൽ നമ്മൾ ചെയ്താണോ. അടുത്താണ് ഗിവൺ സം ഓഫ് 3 ക്വസ്റ്റ്യൻ. എടാ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ആൻഡ് സീരീസിൽ എനിക്ക് തോന്നുന്നു ഉണ്ടെങ്കിൽ ഇത് ടഫുള്ള ക്വസ്റ്റ്യൻ അല്ല. ഞാൻ പറഞ്ഞു ഏറ്റവും ഹമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇത്. മനസ്സിലായ? ഇത് നമ്മൾ ചില ആളുകൾക്ക് ഇതൊരു ടഫായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് എക്സാമിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് നിർബന്ധമായിട്ടൊരു കുട്ടി പഠിച്ചു പോകണം. കൺസിക്യൂട്ടീവായിട്ട് 3 ടേം വരുന്നത് GPയിലെ കൺസിക്യൂട്ടീവ് 3 ടേം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇത് മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റായിട്ട് പഠിച്ചു പോയേ പറ്റുള്ളൂ. കാരണം ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കാതെ ഒരു കുട്ടിയും +1 പോകരുത് കേട്ടോ. സോ ഇത് സിമ്പിളാണ്. സിമ്പിളായിട്ട് സാറ് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കേട്ടോ. ഇതും കൂടെ ഉള്ളൊരു പ്രശ്നമുള്ളത്. പിന്നെ ഒക്കെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ ഇത് വലിയ ടഫ് എന്നല്ല പറഞ്ഞത് സാറ്, പക്ഷേ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. So what is the question? Given the sum of 3 consecutive term in GP is 26 and their product is 216, find the middle term of the above term. Find the remaining 2 terms of GP. എടാ ഇതേ പാറ്റേണിൽ വേറെ ക്വസ്റ്റ്യൻ ഇപ്പുറത്തുണ്ട് സാർ. ഇതിൽ ഏതെങ്കിലും ഒന്നേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇതും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെയൊക്കെ ഞാൻ കീ എഴുതി തരാം, കൺഫ്യൂഷനില്ല. കാരണം ഇത് ഞാൻ അടിപൊളി പറഞ്ഞുതരാം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അതിന് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടുതരാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കേട്ടോ. സോ ഈ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്നാണ് വരികയാണെങ്കിൽ അതോ ഇതാണോ വരിക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇത് ചെയ്യുന്നുണ്ട് കാരണം ഇതാണ് കുറച്ചും കൂടെ പ്രയാസം ചെയ്യാൻ. രണ്ടാമത്തെ ചെയ്യാൻ ഒന്നും കൂടെ സിമ്പിളാണ്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യാത്തത്. അത് അതിൻ്റെ ഔട്ട്പുട്ട് -1, പ്രോഡക്റ്റ് -1. ഇവിടെ പ്രോഡക്റ്റ് 216. അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് കുറച്ച് ടഫ് ഉണ്ടാവും. 216നെ മാറ്റാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ മറ്റേത് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ 6 ഇല്ലതും കാണുന്നത് പറഞ്ഞുതരാം. രണ്ടിൻ്റെയും പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ ഇനി ഇപ്പോൾ ഏത് വന്നാലും കുഴപ്പമില്ലല്ലോ കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഗിവൺ സം ഓഫ് 3 കൺസിക്യൂട്ടീവ് ടേം. എടാ 3 കൺസിക്യൂട്ടീവ് ടേം എന്ന് പറയാം. തൊട്ടടുത്ത 3 ടേം. എടാ തൊട്ടടുത്ത 3 ടേം GPയിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു 3 ടേം സെൻട്രലിലെ ടേമിന് ഏത് അസ്യൂം ചെയ്തു? കൺസിക്യൂട്ടീവ് 3 ടേം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത 3 ടേം. ഇതിലെ സെൻട്രൽ ടേമിനെ ഞാൻ ഏന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അടുത്ത ടേം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടത് ഭാഗത്തെ ടേം എന്ന് പറഞ്ഞാൽ A/R ആവും അല്ലേ. A/R C അങ്ങോട്ടാവുമ്പോഴെന്തോ A × R ആവും. എന്താ സാറോ ഒന്നും മനസ്സിലായില്ല. സോ എടാ ഇത് നമ്മളിപ്പോൾ 3 GP ഒരു എക്സാമ്പിൾ എഴുതാം. 5 25 125. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി. 5 25 125 GPക്ക് എക്സാമ്പിൾ ആണല്ലോ. ഇത് നിങ്ങൾ നോക്കി നോക്കേ. ഇപ്പോൾ 25 ആണ് A എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത ടേം കിട്ടിയത് എങ്ങനെ? 25നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ്? ഈ 25നെ 6 കൊണ്ട്, ഇവിടുത്തെ കോമൺ റേഷ്യോ എത്രയാണ്? 5 അല്ലേ. സോ അല്ലേ അങ്ങനല്ലേ. അപ്പോൾ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ നമുക്ക് 5 കിട്ടിയത്, ഈ ടേം കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? A/R. ഡിവിഷൻ A/R. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ. നിങ്ങൾ നോക്കൊക്കെ. ഇപ്പോൾ 25 അടുത്ത് കിട്ടാൻ എന്താ ചെയ്തത്? ഈ ഏനെ, അതായത് 25 എന്ന് പറഞ്ഞാൽ ഈ ഏനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6 5. അപ്പോൾ 5 × 5 അല്ലേ 125.
അപ്പം ജനറലി ഒരു ജി പിയിലുള്ള 3 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേമുകൾ എങ്ങനെയായിരിക്കും? സെൻട്രൽ ടേം എന്താണോ അതിൻ്റെ അങ്ങോട്ട് എ ഇൻറ്റു അതിൻ്റെ കോമൺ റേഷ്യൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ എന്തായിരിക്കും? ഡിവിഷൻ ആയിരിക്കും, കോമൺ റേഷ്യൻ്റെ ഡിവിഷൻ ആയിരിക്കും. ഇത് നമുക്ക് ജനറലി പഠിച്ചു വെച്ചാൽ മതി. ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സെൻട്രൽ എ, അങ്ങോട്ട് എ ഇൻറ്റു ആർ, ഇടത് ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ്? എ ബൈ ആർ. ഇതൊന്നും ഓർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രമേ ഇതിൽ ഓർത്ത് വെക്കാനുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഫോർമുല കാര്യങ്ങൾ ഒന്നുമില്ല. നാലേജൊക്കെ ജി പിയുടെ ക്വസ്റ്റ്യൻ വന്നുള്ള ഗുണം എന്താ? വേറെ പ്രത്യേകിച്ച് ഫോർമുല കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർക്കണ്ട. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓർത്താൽ മതി കേട്ടാ. അങ്ങനെ ഈ ടോപ്പിക്കിൽ നിങ്ങൾ ജി പിയുടെ ഫോർമുലയോ കാര്യങ്ങളൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. SN, എന്താ പറയുക, AN ഒന്നും കൊടുക്കാനില്ല. ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ പഠിക്കുക. കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേം എന്ന് പറഞ്ഞാൽ സെൻട്രൽ എ ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ ബൈ ആർ ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? AR ആണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സോ ഇനിയിപ്പോൾ നോക്കാം. ഗിവൺ സം ഓഫ് 3 കൺസിക്യൂട്ടീവ് ടേം ഇൻ GP 26 അല്ലേ? സം ഇവരുടെ 3 ആളുടെ സം എത്രയാണ്? 26. അപ്പോൾ ഞാനിവിടെ എഴുതാം A ബൈ ആർ പ്ലസ് A പ്ലസ് AR ഈക്വൽ ടു എത്രയാണെന്ന് പറയുന്നത്? 26 ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് കാര്യമില്ല അല്ലേ? ഇതിപ്പോൾ 26 ആണെന്ന് എഴുതിയിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവരുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് വല്ലതും നടക്കും നോക്കാം. ഇതിപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ എയും ആറും ഉണ്ട്. നമുക്ക് എയും ആറും കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ് എപ്പോഴും പ്രോഡക്റ്റിനെയാണ് പിടിക്കേണ്ടത്. പ്രോഡക്റ്റിനെ പിടിച്ചാലുള്ള ഗുണം എന്താ? ഇവരുടെ ഗുണനഫലം കാരണം കട്ടായി പോകും അല്ലേ? ഇവിടെ ഒരു കട്ടിങ് നടക്കൂലേ? അതാണ് നമ്മൾ ഗുണനഫലം എടുക്കുന്നത്. ഗുണനഫലം എത്രയാണ്? 216. ഇവരെടുക്കുന്ന കാരണം എന്താ? ഈ 6 കട്ടാവും. സോ A ഇൻറ്റു A എല്ലാ പ്രോബ്ലത്തിലും എന്തെങ്കിലും വരിക A ക്യൂബ് ഈക്വൽ ടു 216. സോ A ക്യൂബ് ഈക്വൽ ടു 216 ആണെങ്കിൽ A എത്രയാ? പല ആളുകളുടെ പ്രശ്നം അതാണ്. ഓക്കെ, നമുക്ക് സിമ്പിൾ ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ 216നെ 2 കൊണ്ട് കട്ടാക്കാം. ഒരു സിമ്പിൾ ഐഡിയ ആണ് സാറ് പറയുന്നത്. 216നെ എപ്പോഴും 2 കൊണ്ട് കട്ടാക്കാം. 2 കൊണ്ട് കട്ടാക്കുള്ള ഗുണം ഇതിൻ്റെ പകുതി എഴുതാം. അപ്പോൾ 108 അല്ലേ വരിക? പറയണേ 50, 54 വീണ്ടും 2, 54ൻ്റെ പകുതി എത്രടാ? 27, 28 എത്രടാ? 25, 27. ശരി, 27 ഇനി 2 കൊണ്ട് കട്ടാക്കാൻ പറ്റില്ല, 3 കൊണ്ട് കട്ടാക്കാം. 3, 27, 9, 3. സോ 3, 9 എത്രയാണ്? 3 വട്ടം, വീണ്ടും 3. സോ 1. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി നോക്കെ. എടാ ഇവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 3 ഇൻറ്റു 3 ഇൻറ്റു നോക്കി നോക്കെ. ഇവരെ നമ്മൾ പെയറാക്കാം. 2, 3 ഞാൻ അങ്ങനെ പെയറാക്കാം. 2, 3 പെയറാക്കി, 2, 3 പെയറാക്കി. അപ്പോൾ 2 ഇൻറ്റു 3 എത്രയാണ്? 6 ആണ്. 6 ഇൻറ്റു 6 ഇൻറ്റു 6 എന്നാക്കാം. ഇങ്ങനെ കിട്ടൂലേ? നോക്കിയൊക്കെ. 6 ഇൻറ്റു 6 ഇൻറ്റു 6 എന്ന് കാണുന്നതും 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 216. അപ്പോൾ 6 ഇൻറ്റു 6 ഇൻറ്റു 6. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് 6നെ അങ്ങനെ ആക്കാം. അപ്പോൾ 6 എത്ര ഉണ്ട്? 3 ആണ് ഉണ്ട്. സോ R ക്യൂബ് നോക്കാം. ദെർഫോർ A സമം എത്ര നോക്കിയൊക്കെ? പവർ 3. സോ A ഈക്വൽ എത്ര കിട്ടും? 6. ഇതാണ് ഇതിലൊരു ഡിഫിക്കൽറ്റി ആണുള്ളൂ. ഇത് നിങ്ങൾക്ക് ക്ലിക്കായാൽ എത്ര എളുപ്പം ഈ എക്സാമിന് വന്നാൽ 3 മാർക്ക് കിട്ടും. സോ A കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കിട്ടും. എല്ലാ വാല്യൂസും നമുക്ക് കിട്ടും. A കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇതിൽ കൊടുത്തിട്ട് കാര്യമില്ല, കാരണം ഇതിൽ 6 ക്യാൻസൽ ആയി പോയതാ. ഇവിടെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇപ്പോൾ നമുക്ക് Aയുടെ ആൻസർ A6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും? 6 കിട്ടും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6 കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത പടി. ഇതുവരെ ക്ലിയർ ആണ്? ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യും. ഓക്കെ, സോ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവാണ്. നേരെ പോവാണ്. അപ്പോൾ A6 കിട്ടി. A6 കിട്ടിയ നേരെ ഇവിടെ കൊടുക്കുക. A6 ആണ് 6/6 പ്ലസ് വാട്ട് ഈസ് A? 6 പ്ലസ് 6R ഈക്വൽ ടു 26. ഇത് സിമ്പിളാണ്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. സോ ഒന്നുകിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് LC എടുത്തിട്ട് കൊടുക്കാം. സാറേ കംപ്ലീറ്റ് LC എടുത്തിട്ട് എങ്ങനെ കൊടുക്കാം? പടപടാച്ചിട്ട് LC അത് മതി. /1 എല്ലാത്തിൻ്റെ അടിയിൽ /1 ആണ്. നിങ്ങൾ ആഗ്രഹിക്കുക ഡിനോമിനേറ്ററിൽ 1 6 അല്ലേ? അപ്പോൾ നമുക്ക് 6 ഡിനോമിനേറ്ററിൽ നമുക്ക് ഇതുപോലെ എങ്ങനെ ആക്കാം എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 6 വരാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നിങ്ങൾ പറ. ഇവിടെ ഞാൻ 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മുകളിൽ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഗുണിക്കണം. ഇവിടെയും എന്ത് ചെയ്യണം? 6 കൊണ്ട് ഗുണിക്കണം. ഇവിടെ എന്ത് ചെയ്യണം? അപ്പോൾ 6 കൊണ്ട് ഗുണിക്കണം. ഇപ്പോൾ ഓൾറെഡി ഇത് എന്തായി മാറി? ഇപ്പം ഇങ്ങനെയായി 6/6 പ്ലസ് 6R/1 × 6 പ്ലസ് 6 × 6 × 6 എന്താണ്? 6R² ഈക്വൽ ടു 26. ഇപ്പം നോക്കിയൊക്കെ ഡിനോമിനേറ്റർ ഒക്കെ 6 ആക്കി. ഇതൊക്കെ 6 ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 6 കൊണ്ട് ഇങ്ങനെ ഗുണിച്ചത്. ഇത് ഏറ്റവും എളുപ്പതാടാ. സോ 6 ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. 6 പ്ലസ് 6R പ്ലസ് 6R². സാറേ സെക്കൻഡ് ഡിഗ്രി ആണല്ലേ? സെക്കൻഡ് ഡിഗ്രി ആണ്. അതിങ്ങനെ ഈ പ്രോബ്ലത്തിൻ്റെ എല്ലാം അടുത്ത ടേം കാണുന്നത് മീൻസ് 6 കാണുമ്പോൾ ഒക്കെ സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും കേട്ടോ. വേറെ ഓപ്ഷനൊന്നുമില്ല. 6 ഇങ്ങോട്ട് വന്നാൽ എന്ത് കിട്ടൂടാ? സാറേ വേറെ എന്തെങ്കിലും മെത്തേഡ്? ഒരു മെത്തേഡും ഇല്ല കേട്ടോ. ഇതൊക്കെ തന്നെ പഠിക്കുക. 26R. ഓക്കെ, 26R. ഓക്കെ, സോ നമുക്ക് എല്ലാത്തിനും ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓർഡർ ഇങ്ങനെ എഴുതാം. സെക്കൻഡ് ഡിഗ്രി ഇങ്ങനെയല്ലേ? 6R പിന്നെ ഓൾറെഡി പ്ലസ് 6R പിന്നെ 26R കൊണ്ടേ മൈനസ് 26R പ്ലസ് 6 = 0. 26R കൊടുന്നു, വേറെ ഒന്നുമില്ല.
സോ 6 6 എടാ 6 മൈനസ് 26 6 മൈനസ് 26 എത്രടാ മൈനസ് 20 ആണ്. സോ സിംപ്ലി മൈനസ് 20 എന്ത് 6 പ്ലസ് 6 സമം 0. എടാ ഇങ്ങനെ കിട്ടും 6r² മൈനസ് 20r പ്ലസ് 6 സമം 0. എടാ ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ഇതിന്റെ രണ്ടാമത്തെ ഒന്നും കൂടെ സിമ്പിൾ ആണ്. ഇതൊന്നും കൂടെ പക്ഷേ ഇത് എക്സാമിന് വന്നതാണ്. ഇതിൽ ഇത് വരുന്ന പറയാനില്ലല്ലോ. എടാ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യണം. ചില ആളുകൾക്ക് പണ്ട് സ്കൂളിൽ x = -b + or -√b² - 4ac/2a എന്ന് പറയുന്ന നിലവിളി കൂടിയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ a എന്ന് പറയുന്നത് 6 ആണെന്നും b എന്ന് പറയുന്നത് -20 ആണെന്നും c എന്ന് പറയുന്നത് 6 ആണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് ഒരു മെത്തേഡ്. അത് വളരെ വീക്കായിട്ടുള്ള ചില ആളുകളാണെങ്കിൽ ഇതൊരു മെത്തേഡ്. അതല്ല കുറച്ചൊക്കെ ഞാൻ ധൈര്യമുള്ള ആളാണ്, വീക്കാവണമെന്നില്ല, ധൈര്യം മതി കേട്ടോ. ധൈര്യമുള്ള ആളുകൾക്കുള്ള മെത്തേഡാണിത്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ശരിക്ക്. +1 ഇതാണ്. അതിൽ കൂടെ ചെയ്താൽ ആൻസർ സെയിം ആണ്, നിങ്ങൾ കണ്ടെത്തിയാൽ മതി എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ ഇപ്പോൾ x² + 3x + 2 = 0 ഇങ്ങനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ x² കോഫിഷ്യന്റ് എത്രയാണ് 1 ആണ്. ഇത് 1 ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുക 2 നമ്പറുകൾ ഗുണിച്ചാൽ 2, അതുപോലെ 2 നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എക്സിന്റെ കോഫിഷ്യന്റ് എന്ന് പറയാം. അത് എപ്പോൾ x² കോഫിഷ്യന്റ് 1 ആകുമ്പോൾ. സോ ദാറ്റ് ഈസ് 1. ഇതും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ 1 ആക്ച്വലി ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. 1 × 2 2 എന്നിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ r² കോഫിഷ്യന്റ് 1 അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താ വെച്ചാൽ ഈ 6 × 6 എത്രയാണ്, ഈ 6 × 6 36, ഇവനെ വേണം നമ്മൾ എടുക്കാൻ. കൂട്ടുമ്പോഴുള്ള നമ്പർ -20, അതിൽ മാറ്റില്ല. പക്ഷെ ഗുണിക്കുമ്പോൾ 36 വരും വേണം, കൂട്ടുമ്പോൾ -20 വരും വേണം. സോ 1 ആയതുകൊണ്ടാണ് 1 × 2 നമ്മൾ 2 പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിരുന്നത്. ഇവിടെ r² കോഫിഷ്യന്റ് എന്താ 6. അപ്പോൾ 6 × 6 36. ഇനി പറയാം 32 നമ്പർ ഗുണിച്ച 36. വളരെ സിമ്പിൾ സാർ. 6 × 6 36. ഇങ്ങനെ കൂട്ടിയ 36 കിട്ടുന്നുണ്ടോ? ഇല്ല, 12 ആണ്. സോ നോ. അപ്പോൾ പറ്റൂല. 2 നമ്പർ ഗുണിച്ച 36 വേണം, അതുപോലെ തന്നെ കൂട്ടിയാൽ എന്ത് വരും വേണം, -20 വരണം. സോ വാട്ട് ഈസ് ദി ആൻസർ? സാറേ 18 അല്ലേ ഇൻറ്റു -2. 18 × 2 36 ആണ്. സോ -18 × -2 എത്രയാണ് സാറേ? 36 എക്സാക്ട്ലി വരുന്നുണ്ട്. സാർ ഒന്ന് കൂട്ടി നോക്ക്. -8 -2 എത്രയാടാ? -20. ഇങ്ങനെ വേണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ആ 2 നമ്പറുകൾ -18 -2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക വെച്ചാൽ അതിൻ്റെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സാറേ എന്താണ് സാറ് പറഞ്ഞത്? കുറച്ച് പണിയുണ്ട് കേട്ടാ. അല്ലെങ്കിൽ നിങ്ങൾ x = -b + or -√b² - 4ac ചെയ്തോ, സെയിം ആൻസർ കിട്ടും. അതല്ലെങ്കിൽ -18 -2 വെച്ച് നമുക്ക് ഇതിന്റെ മിഡിൽ ടേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമ്മൾ മുന്നേ ചെയ്ത പോലെ ചുമ്മാ എന്താ പറയുക r - 18 r - 2 എന്ന് ഇവിടെ എഴുതാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ കോഫിഷ്യന്റ് 6 ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, ഈ മിഡിൽ ടേമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. സോ എന്താ കിട്ടും? 6r² നമുക്ക് പറയാലോ, -18r -2r അതാണല്ലോ. -18r -2r ആണല്ലോ -20r. പക്ഷെ സാറേ -6 നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഇതുപോലെ എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോമൺ പുറത്ത് വലിക്കാൻ പറ്റില്ല. ഇതേ നമ്പറിൽ ഇപ്പോൾ -20r എന്ന് പറഞ്ഞാൽ -19r -1r എന്ന് പറഞ്ഞാൽ -20r. ഓക്കെ, -16r -4r -20r. പക്ഷെ അതെടുത്ത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെ ചെയ്താൽ കോമണെ പുറത്ത് വലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ടെക്നിക്കലി ഈ മാജിക്കൽ നമ്പറിൽ തന്നെ നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പാടുള്ളൂ. -20r +6 സമം 0. സോ രണ്ടിലും കോമൺ, മാക്സിമം കോമൺ 6 ഇവിടെ കോമൺ, 6ഉം കോമൺ, 6ഉം കോമൺ. അപ്പോൾ ഇത് രണ്ടിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ സാർ എങ്ങനെ മനസ്സിലായി? 6 കോമൺ ആണെന്ന് മനസ്സിലായി. 6 പോയി കഴിഞ്ഞാൽ ഇവിടെ 6 ആണ്. സാർ 18 ആരാളുള്ളത്? -3 വരും അല്ലേ? -3 ഇങ്ങനെ കിട്ടും. പിന്നെ അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടു. ഇനി ഇവരെ രണ്ടാളിലും കോമൺ വലിക്കാം. ഇവരെ ഞാൻ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടു. ഓക്കെ, ഇനി ഇവിടുന്ന് രണ്ടിൽ നിന്നും കോമൺ എന്തുണ്ട് സാറേ? -2 കോമൺ ആണ്. 2 കോമൺ. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാവും 6 ഉണ്ടാവും. ചെക്ക് ചെയ്തൊക്കെ -2 × r -2r. സാർ അപ്പോൾ ഇവിടെ പ്ലസ് ഉള്ള അതിന് എന്താവും? മൈനസ് ആവും. ഇവിടെ എത്ര വരും? 3 വരും. = ഒന്നും നോക്കാനില്ല, ഓൾറെഡി ഇവിടെ 2 കോമൺ. 6 കോമൺ ആണ്. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പോൾ 6ഉം കോമൺ ആണ്. പക്ഷേ ഇവിടെ സാർ 6 ഉണ്ട്. 1 6 6 12 3 18 അല്ലേ? അപ്പോൾ മാക്സിമം കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6 ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ എത്ര ഉണ്ടടാ? 3 ഉണ്ട്. ഇനി ഈ r - 3 തന്നെ ഇവിടെ വരും ഓട്ടോമാറ്റിക്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? ഇവിടെ മൈനസ് ഉണ്ട് സാർ. അതുപോലെ കോമൺ ആയിട്ട് 2 ഉണ്ട് അല്ലേ? സാർ 6 എന്ന് പറഞ്ഞാൽ 2 × 3 അല്ലേടാ? അപ്പോൾ -2 കോമൺ വലിച്ചു കഴിഞ്ഞാൽ 6. സോ -2 × r -2r. ഇവിടെ പ്ലസ് അല്ലേ? അപ്പോൾ മൈനസ് വരാം. -2 × മൈനസ് എന്താടാ? പ്ലസ്. സോ 6 അല്ലേ? അപ്പോൾ r - 3 = 0. ഒന്നും നോക്കാനില്ല. ഇതുപോലെ രണ്ട് സൈഡിലും എന്ത് വരും? r - 3 ഇതുപോലെ വന്നിരിക്കും. ഇത് എങ്ങനെ മാത്രം ഈ മാജിക്കൽ നമ്പറിൽ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമാണ് ഇതുപോലെ മാജിക് അവിടെ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കോമൺ വരില്ല. രണ്ട് ഭാഗത്തും കോമൺ വരില്ല. അങ്ങനെ കോമൺ വന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ രണ്ടിലും കോമൺ വന്നു, ആ കോമണെ പുറത്തേക്ക് വലിക്കാം. സാറേ അപ്പോൾ ഇവിടെ എന്ത് വരും? 6r എന്തുണ്ടടാ? -2. അത് വലിയ ടഫ് ഒന്നുമില്ല.
ഓക്കെ. സോ നമുക്കിവിടെ രണ്ട് പ്രോഡക്റ്റ് കിട്ടിയടാ, R-3 ഇൻറ്റു 6R-2 എന്ന് കിട്ടി. സോ ഫൈനലി നമുക്കറിയാം R-3 = 0. ഇത് തന്നെയാണ് നമ്മൾ ആറിൻ്റെ ആൻസർ. അപ്പോൾ R എത്ര കിട്ടും? 3. സോ R = 3. എടാ R = 3. ഇവിടെ ഒരു വാല്യൂ മാത്രമല്ല കിട്ടുക, 6R-2 = 0. അപ്പോൾ 6R = 2. -2 കൊണ്ട് പോയി കേട്ടോ. R = 2/6. 2 6 കിട്ടിക്കഴിഞ്ഞാൽ R = 1/3. അപ്പോൾ ആക്ച്വലി ഇവിടെ 2 R ഉണ്ട്. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? പോസിറ്റീവ് R മാത്രം തൽക്കാലം ഇവിടെ കൺസിഡർ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ രണ്ടും കൺസിഡർ ചെയ്തോ കേട്ടാ. ഇവിടെയും നിങ്ങൾ രണ്ടും കൺസിഡർ ചെയ്തോ. പക്ഷെ രണ്ടും കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താ വെച്ചാൽ ഇതൊന്ന് ഇൻഡുലും ഇതൊന്നും അതിൻ്റെ റെസിപ്രോക്കലാണ്. ഇത് R3 അതിൻ്റെ റെസിപ്രോക്കല. അങ്ങനെ വരുന്നതുകൊണ്ട് രണ്ട് ആൻസറും സെയിം ആയിട്ടേ വരുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ 6 രണ്ടെണ്ണം കിട്ടി. നമുക്ക് 6 പോസിറ്റീവിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ആൻസർ ആയിട്ടില്ല. റിമൈനിങ് 2 ടേം കാണണമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദി റിമൈനിങ് 2 ടേം കാണണമെന്നാണ് GPയുടെ. ഓക്കെ, ഇപ്പം നമുക്ക് A എന്ന് പറഞ്ഞ ആൻസർ എത്ര കിട്ടിയിരുന്നത്? ആൻസർ എത്രയായിരുന്നു? 6 എത്രയായിരുന്നു? A6 അല്ലേ? എടാ അപ്പോൾ സെൻറ്റർ AR A/R ഇങ്ങനെയല്ലേ കിട്ടിയത്? ഇപ്പൊ ഈ A6 അല്ലേ കിട്ടിയത്? അപ്പൊ സാറേ R ഇപ്പൊ എത്ര സാർ പറഞ്ഞ് 3 ആണ്. അപ്പോൾ ഇവിടെ എന്താ പറയാ? 6 × 3. ഇവിടെ എന്ത് വരടാ? 6/3. 6/3 എത്രയാടാ? 2 6 18. ഇതാണ് നമ്മളുടെ 3 ടേം. ഇനി ഒബ്വിയസ്ലി R = 1/3 നിങ്ങൾക്ക് കാണണമെങ്കിൽ കൊടുക്കാം. അപ്പൊ അത് R = നമ്മൾ എത്ര കൊടുത്തതാണ്? കറക്റ്റ് എഴുതിക്കോ. R = 3 കൊടുത്താണ്. ഇനി R = 1/3 കൊടുക്കുകയാണെങ്കിൽ സോ വാട്ട് ഈസ് ദ ആൻസർ? പറ. R A6 ആണ്, ഫിക്സ്ഡ് ആണ്. സോ 6/1/3, 6 ആണ്. മറ്റേത് A × R 6 × 1/3. സോ കട്ടാക്കി ഈ 1/3 ന്യൂമറേറ്ററിലോട്ട് പോയാൽ എന്ത് വരും? 6 × 3/1, 6 2. അപ്പോൾ എത്ര കിട്ടൂടാ? 18 6 2. അപ്പോൾ ആക്ച്വലി രണ്ടിന് സെയിം ആൻസറാണ്. 2 6 18 18 6 2 സെയിം ഒരു പ്രൊഡക്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് ആൻസർ നിങ്ങൾ കണ്ടോ കേട്ടോ? രണ്ട് ആൻസറിൽ നിങ്ങൾ കണ്ടോ? അങ്ങനെ ചെയ്തോ. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. കാരണം ഇതിമ്പോൾ നിങ്ങൾ ഒരെണ്ണം കണ്ടിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ രണ്ടും കണ്ടുവരും. അപ്പോൾ അത് വേണ്ട, രണ്ടും സെപ്പറേറ്റ് 6 നിങ്ങൾ കണ്ടോ. രണ്ടിൻ്റെ A എന്താണ്? ഫിക്സ്ഡ് ആണ്. സെൻട്രലുള്ള നമ്പർ ഫിക്സ്ഡ് ആണ്. അപ്പോൾ 2 6 18 കിട്ടും, 18 6 2 കിട്ടും കേട്ടോ. നിങ്ങൾ രണ്ടും കാണണേ. എടാ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചിലപ്പോൾ നമ്മൾ ഇത് പഠിച്ചിട്ട് ഇതാവും എക്സാമിന് ചോദിക്കുക. ഇതും കൺസിക്യൂട്ടീവായിട്ട് വന്ന ക്വസ്റ്റ്യൻ, പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ദ സം ഓഫ് ഫസ്റ്റ് 3 ടേം ഓഫ് GV 13/2 ആൻഡ് ദർ പ്രോഡക്റ്റ് ഈസ് സെയിം ക്വസ്റ്റ്യൻ, ദയർ പ്രോഡക്റ്റ്. അപ്പോൾ പറഞ്ഞേ A/R. ഞാൻ ഹിന്റ് മാത്രം ഇട്ട് തരുന്നേ, ഹിന്റ് മാത്രം ഇട്ട് തരാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോലത്തിലാക്കി തരാം. നോക്ക് A ഇവിടെ തട്ടെ പറ R കട്ട്. അപ്പോൾ A³ = -1. ഞാൻ ഹിന്റ് ഇട്ട് തരാം. സോ therefore A = -1 ആണ് കേട്ടോ. എടാ ഓഡ് നമ്പർ അല്ലേ, അതുകൊണ്ട് A = എന്താടാ? -1. ഞങ്ങൾക്ക് ഒരു ഹിന്റ് ഇട്ട് തരാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യണം. കറക്റ്റ് ഹിന്റാണ് ഇട്ട് തരുന്നത്. സോ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? A/R നമ്മൾ നേരത്തെ ഇത് A+ സാർ ഫുള്ള് ചെയ്യണം. പറ 13/12. ഇതിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ എയുടെ വാല്യൂ എന്ത് ചെയ്യുക? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പാക്ക് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ എന്താണെന്ന്? 12R² പ്ലസ്, മക്കളെ ഇതിൻ്റെ പേര് മെസ്സേജ് ഒന്നും ആക്കരുത്, ഞാൻ ആൻസർ ഇട്ട് തരാം. സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ പ്രോബ്ലം കേട്ടോ. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഡിഗ്രിയുടെ ഫോർമുലയിൽ നിങ്ങൾ കൊടുത്തോ. നിങ്ങൾ R = -b + 1. ഇവിടെ എക്സിന് പകരം R, ഇവിടെ R അല്ലേ വേരിയബിൾ. √b². നിങ്ങൾ ഇത് ചെയ്താൽ മതിയടാ. നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിൽ ഇത് ചെയ്തോ. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. A 12 ആണ്, B 25 ആണ്, C 12 ആണ്. നേരെ ഇത് കൊടുത്തോ. ഇത് കൊടുത്താൽ കൃത്യമായിട്ട് ആൻസർ കിട്ടും. നിങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ ചെയ്ത പോലെ. സോ ഇതിൻ്റെ ആൻസർ -4/3 അതുപോലെ തന്നെ -3/4 കിട്ടും. ഇതാണ് നിങ്ങൾക്ക് 2 R കിട്ടും. അത് കറക്റ്റ് ആൻസർ കീ ആണ്. ഈ 2 R നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. സ്ക്രീൻഷോട്ട്. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ജനറലി എന്താണ്? AR A/R ഇതാണല്ലോ. ഇവിടേക്ക് R A നമ്മൾ കൊടുക്കുക. A ഓൾറെഡി -1 ആണ്. സോ ആ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഫൈനൽ കീ കിട്ടും. 2 ടേമുകളുടെ ആൻസർ ഞാൻ എഴുതാം. ഒന്ന് 3/4 -1, അതുപോലെ 4/3. ഇതാണ് ഒരു സെറ്റ് ആൻസർ. ഓർ അടുത്ത സെറ്റ് ആൻസർ 2 സെറ്റും എഴുതണം കേട്ടോ. 4/3 -1 3/4. 3/4 ഇസ് കറക്റ്റ് ആൻസർ. എടാ ഈ 2 സെറ്റ് ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എക്സാമിന് ഇതാവട്ടോ വരിക, പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ 2 പ്രാക്ടീസ് ചെയ്യണം. കറക്റ്റ് ആൻസർക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഇത് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? അങ്ങനെ തോന്നുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കഴിയാറായി. 16ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നാളെ എക്സാം വരുന്നത്. അതുകൊണ്ട് വേഗം നമ്മൾ പോകുന്നത് കേട്ടോ. Find the sum of secant 7 7 7 7 7 4 7 etc etc n terms. So this is a magical question.
ഇതൊരു മാജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് 7 എന്നെ തരണമെന്നില്ല, ചിലപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ വേറെ ക്വസ്റ്റ്യൻ 8, 8, 8, 2, 2 ഇത് എന്ത് വേണമെങ്കിലും വന്നാൽ ഇത് വന്നുള്ള ഗുണം എന്താണെന്ന് അറിയോ? ഇത് 7, 7 8, 8 2, 2 3, 3 എന്ത് വന്നാലും കുഴപ്പമില്ല. കാരണം ഇത് എന്ത് വന്നാലും ഇത് ഒരേ കീ ആണ് ആൻസർ. ഞാൻ പറഞ്ഞു ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിന്റെ എൻഡിങ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ഇത് വന്നാൽ നിങ്ങളുടെ ഭാഗ്യമാണ് മക്കളെ കേട്ടോ. അത് വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചോ കേട്ടോ. ഓക്കെ, വരട്ടെ. ഓക്കെ, ഇത് വന്നുള്ള ഗുണം എന്താ വെച്ചത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. 3 മാർക്ക്, ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. 3 ഇല്ല 2 സ്റ്റെപ്പ്, 2 3 സ്റ്റെപ്പ് മാക്സിമം കേട്ടോ. 4 സ്റ്റെപ്പ് ഒന്നും ഇല്ല, ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. 3 സ്റ്റെപ്പിന് 3 മാർക്ക്. നമുക്ക് ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റാൻ ചാൻസ് ഇല്ല. കാരണം ഇത് അത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തായാലും വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും റീഡ് ചെയ്യും. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കേടാ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. സമ്മ് കാണാൻ. ഓക്കെ, ഫൈൻഡ് ദി സം ഓഫ് എസ്. സമ്മ് തുക. അപ്പൊ നമ്മൾ തുക കണ്ടോ, 7 പ്ലസ് 7 7 പ്ലസ് എല്ലാവരും ഒരുമിച്ച് എഴുതിക്കോ. അതിനുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ, അപ് ടു n ടേംസ്. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ ഇതൊരു കൃത്യമായിട്ട് ഉത്തരം കിട്ടുമോ? കിട്ടൂല, കൃത്യമായിട്ട് ഉത്തരം കിട്ടൂല. അത് ആദ്യമേ പറയാം, കൃത്യമായിട്ട് ഉത്തരം കിട്ടൂല. കാരണം എന്താ, ഇത് എത്ര എണ്ണത്തിന്റെ കാണുന്നതല്ല, n ടേംസിന്റെ കാണുന്നത്. അപ്പോൾ ഒരു n ഉള്ള ഒരു ഉത്തരേ കിട്ടുള്ളൂ. മനസ്സിലായി? കൃത്യമായ ഉത്തരമല്ല, ഒരു എന്നുള്ള നമ്മൾ ആൽജിബ്രിക് ഫോം ഒക്കെ അല്ലേ 10ാം ക്ലാസ്സിലെ എന്നുള്ള അതേപോലത്തെ ഒരു ഉത്തരേ കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് 5 ആദ്യത്തെ 3 ആദ്യത്തെ 4 ഒക്കെ എന്നിന് ഇങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടും, ഒബ്വിയസ്ലി കിട്ടും. അപ്പോൾ അതൊന്നും നമുക്ക് കൂടെ കാണാനല്ല, സിംപ്ലി നമ്മൾ SN എൻഡ് ടേംസിന്റെ ഫോർമുല മാത്രമേ കാണാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് SN ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി, എല്ലാത്തിലും 7 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാം നൈസായിട്ട് എന്താ ആ 7 പുറത്തേക്ക് വലിക്കാം. ആ 7 പുറത്തേക്ക് വലിച്ചാൽ എന്ത് 1 77. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, 77 എത്ര 7 ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര പൈറ്റ് നമുക്ക് എത്ര കിട്ടും, 11 ആണ്. പൈറ്റ് 7 70 അല്ലേ, 10 × 7 70 ആണ്. സോ ഇത് തെറ്റരുത് കേട്ടോ, ചെറിയ റിസ്ക് ഉണ്ട് ഇവിടെ. 11 × 7 77 ആണ്. അപ്പോൾ 11. ഡൗട്ട് വന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണേ, 7 വലിച്ചിട്ട് 7ഉം 11 ഗുണിച്ച് നോക്കണേ. അപ്പോൾ 77 വരുന്നില്ലേ നോക്കണേ. സോ 10 1 11 പിന്നെ കിട്ടിയ പിന്നെ പ്രശ്നമില്ല. പിന്നെ 111 4 111 വരെ മതി കേട്ടോ, എക്സെട്ര പ്ലസ് n ടേംസ്. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഒറ്റയടിക്ക് നമുക്ക് ആൻസർ ചെയ്യാം. ഈ സ്റ്റെപ്പ് എല്ലാവരും എഴുതിയാം. എടാ ഇനി ഇവിടുന്ന് ഒരു മാജിക്കൽ നമ്പർ നമ്മൾ കൊടുക്കാനുണ്ട്. ഇവിടുന്ന് നമ്മളൊരു മാജിക്കൽ നമ്പർ, ഇവിടുന്നാണ് ഞാൻ എല്ലാവരും തെറ്റുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ ഇവിടെ എഴുതേ. ഈ സാധനം ഓർത്ത് വെച്ചാൽ മതിയേ. ഇത് അതന്നെ ഒന്നും കൂടെ ഞാൻ എഴുതിയാട്ടോ, നിങ്ങളും എഴുതിക്കും അതുപോലെ. എടാ ഇവിടെ നമ്മൾ ഒരു മാജിക്കൽ നമ്പർ ഓർത്ത് വെക്കാം. വളരെ സിമ്പിൾ, 9. കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ സാർ 9. എടാ നിങ്ങൾ 9 എന്ന് ഓർക്കാം. 9 എന്ന് ഓർക്കാൻ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടായില്ല, എന്തായാലും സാർ ഓർക്കും. അപ്പോൾ 9 എന്ന് ഓർക്കുക. ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 9 എന്ന് ഓർക്കുക. ചെറുക്കാൻ സാർ അറിയാതെ ചിരിച്ചു പോയതാണ്, സോറി. എന്തായാലും 9 എന്നുള്ളത് ഓർക്കുക. 9 എന്ന് ഓർത്താനുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മളിവിടെ നോക്കേ, ഇവിടെ 9/9 കൊടുക്കാം. കണ്ടാ ഇവിടെ ഒക്കെ എന്ത് ചെയ്യുക, 9 കൊടുക്കുക. 9/9 അല്ലെ, എല്ലാ ടൈംസിലും 9/. അപ്പോൾ ആദ്യത്തെ 3 എണ്ണത്തിൽ കാണിച്ചാൽ മതി. ഇതൊരു മാജിക്കൽ നമ്പർ. ഇത് എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഇനി 5 5 5 വന്നു, 8 8 എല്ലായിടത്തും 9/9. ഓക്കെ, അത് എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ 9/9 കൊടുക്കാൻ കാരണമുണ്ട്. കാരണം 9/9 കൊടുക്കുമ്പോഴാണ് ഇവിടെ നമുക്കൊരു സീരീസ് GP ആയിട്ട് ഫോം ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നമ്മൾ പഠിക്കുന്ന GP അല്ലേ. അപ്പോൾ ഇവിടെ ഒരു GPയുടെ സമ്മിന്റെ ഒരു സീരീസ് ഫോം ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം കൊടുത്തതാണ് എന്ത് 9/9. എല്ലാ പ്രോബ്ലത്തിലും 9/9. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 8 8 8 8 ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോ. നമ്മൾ 8 ആണ് പുറത്തെടുക്കുക. 8 പുറത്തെടുത്താൽ എന്താ വരിക, 1 സെയിം 1 11 1 സെയിം തന്നെ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെന്നെ കൊടുക്കേണ്ടത്, 9/9 കൊടുക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ ഡിനോമിനേറ്റർ മാത്രം ഞാൻ പുറത്തേക്ക് വലിക്കാനും പാടുള്ളൂ കേട്ടോ. ഇതിലെ 7 ആ അടിഭാഗല്ലേ, അടിഭാഗത്തിനെ മാത്രം ഡിനോമിനേറ്ററിന്റെ പുറത്തേക്ക് വലിക്കാം. എന്താ സാറേ ക്വസ്റ്റ്യൻ, സാർ സിമ്പിളാന്നൊക്കെ പറഞ്ഞിട്ട് 7 നോക്കേ, 9 മാത്രം ഡിവിഷൻ മാത്രം പുറത്തേക്ക് വലിക്കാം. അപ്പോൾ എന്ത് വരും, 1 × 9 9. പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. 99 അത്ര ഇടാ, 999 പ്ലസ് n ടേംസ്. മനസ്സിലായ മക്കളെ? ഓക്കെ, ഡിനോമിനേറ്ററിലെ 9 മാത്രം പുറത്തേക്ക് വലിക്കാം ആ കോൺസ്റ്റന്റ്. അപ്പോൾ 7/9. പിന്നെ 1 × 9 9 99 999 n ടേംസ്. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്, കഴിഞ്ഞു. ഇനി 2 സ്റ്റെപ്പും കൂടെ ഒക്കെ പരിപാടി കഴിഞ്ഞു. സാർ 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റെപ്പായി? ഓക്കെ, ഇനി നോക്കേ, 9 എന്ന് പറഞ്ഞാൽ 10 - 1 അല്ലേ, 99 എന്ന് പറഞ്ഞാൽ 100 - 1 അല്ലേ, 999 പറഞ്ഞാൽ 1000 - 1 അല്ലേ. അടുത്ത സ്റ്റെപ്പ് അത് എഴുതാം. സോ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതിക്കോ, ഞാൻ ഇവിടെ തന്നെ എഴുതാം. 7/9 പറ. സോ 10 നമുക്ക് എന്താ ചെയ്യാം, 10 - 1 പ്ലസ് എത്ര പറടാ, 100 - 1 പ്ലസ് 1000 - 1 പ്ലസ് എക്സെട്ര n ടേംസ്. സ്റ്റെപ്പ് എഴുതിക്കോ. ഇനിയാണ് ഇത് വായിച്ചു പോവാണ് ഞാൻ. ഇതിങ്ങനെ എഴുതി ഇങ്ങനെ വന്നിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ സാറേ ഇതുവരെ വലിയ കുഴപ്പമൊന്നും കാണാനില്ല. ഓക്കെ, എന്നാൽ വലിയ കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്കിത് മാർക്ക് വന്ന ആൻസർ വരുന്നൊന്നും ഞാൻ പറയുന്നില്ല, വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. നോക്കെ എടാ, ഇനി പോസിറ്റീവ് ആയിട്ടുള്ള ടേമുകളെ പിടിക്കാം.
ഇവിടെ 10 പോസിറ്റീവാണ് സാറേ, പ്ലസ് 100 സാറേ, പ്ലസ് 1000 ആണ് സാറേ. അവനങ്ങോട്ട് പിടിച്ചോ 10 ആ ഒരു ഗ്രൂപ്പ് ചെയ്യാം. 10 100 ഇത് ജി പി ആണ്. 10 100 1000 പ്ലസ് എക്സെട്ര അങ്ങനെ n ടേംസ് ഉണ്ടാവും അല്ലെ, അങ്ങനത്തെ n ടേംസ് ഉണ്ടാവും. 10 100 1000 10,000 n ടേംസ് ഉണ്ടാവും. അപ്പോൾ ഇനിയുള്ളത് എന്താ, -1 നോക്കിയേ, -1 പ്ലസ് ഇൻറ്റു -1 ഒക്കെ -1 ദാറ്റ് ഈസ് -1 എക്സെട്ര -1. സാർ അതിന്റെ n ടേംസ് എന്ന് പറയാൻ എഴുതാത്ത ഇല്ല, കാരണം എല്ലാത്തിലും -1 ആണ്. സോ ജനറലി നമുക്ക് എന്താ പറയാ, -1 അപ് ടു എൻഡ് വരെ എന്താണ് -1 ആ. എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല, അത് നമുക്ക് നോക്കാം. എത്ര എണ്ണങ്ങൾ അവിടെ നിൽക്കട്ടെ, എത്ര എണ്ണം ചോദിച്ചാൽ എണ്ണം ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അതിലോട്ടാണ് നമ്മൾ അടുത്ത് വരുന്നത്. ഇനി ശ്രദ്ധിച്ചോ, 7/9 മക്കളെ ഇത് ജി പി ആ. എന്താ സാർ പറഞ്ഞത്, ഇത് ജി പി. എങ്ങനെ സാർ ഐഡന്റിഫൈ ചെയ്തു? നിങ്ങൾ നോക്കേ, സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തു. 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത വാട്ട് ഈസ് ആൻസർ 10. 1000നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. അപ്പോൾ ആക്ച്വലി ഈ സീരീസ് എന്ന് പറയുന്നത് ജി പി ആണ്. അപ്പൊ ജി പിയിൽ സാറേ പറ ജി പിയിൽ ആരെങ്ങനെ കാണാം, അത് ജി പി ആണെന്ന് മനസ്സിലായി. ജി പിന്റെ ആരെങ്ങനെ കാണാം, സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 10 കിട്ടി. അപ്പൊ ജി പിന്റെ 6 10 ആണെന്ന് മനസ്സിലായി. എ എത്രയാണ്, എ 10 ആണ്. സോ എസ് എന്നിന്റെ ഫോർമുല നേരെ ഇവിടെ കൊടുക്കുന്നു. പറ എസ് എന്നിന്റെ ഫോർമുല എന്താ, എ ഇൻറ്റു r⁻n−1/r−1. നേരെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എ ഹിയർ 10, ആർ ഹിയർ 10, n-1 -1 ഡിവൈഡ് ബൈ r-1 10-1. അത് എഴുതി. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ മൈനസ് ഉണ്ട്. ആ മൈനസ് ഞാൻ എല്ലാത്തിലും മൈനസ് കോമൺ ഞാൻ വലിച്ചു. സോ 1 + എക്സെട്ര അവസാനം വരെ എന്തുണ്ടാവും, ഇവിടെ 1 ഉണ്ടാവും. സോ ഇത് എത്ര 1 ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര 1 ഉണ്ടെന്ന് നിങ്ങൾ പറ. ഇതിൽ എത്ര 1 ഉണ്ട്? എല്ലാത്തിലും -1 കോമൺ വിളിച്ചു. അപ്പോൾ 1 + 1 അല്ലേ, -1 -1 -1 +1 അങ്ങനെയല്ലേ പോവാ. സോ എത്ര 1 ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ, പറ. 5 1 ആണോ, 6 1 ആണോ, 7 1 ആണോ? അല്ല, n1 അല്ലേ, n1 എത്ര എണ്ണം ആർക്കും അറിയില്ല, n1. സോ ദാറ്റ് ഇസ് ദ ഫൈനൽ കീ. Sn = 7/9 10⁻n−1 ഇവിടെ അങ്ങനെ ബ്രാക്കറ്റ് കൊടുത്തോ ബൈ 7 എത്ര, 10 - 1 9 മൈനസ് ഓഫ് n. ഇനി ഒന്നും ചെയ്യാനില്ല. ദിസ് ദ ഫൈനൽ കീ. നാലോചിച്ച് നോക്ക്, ദിസ് ദ ഫൈനൽ കീ. എത്ര സിമ്പിളാ. ഇതേപോലത്തെ പ്രോബ്ലം ഞാൻ ഇവിടെ കാണിക്കാം. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ഇത് തന്നെടാ. ഞാനിത് വർക്കൗട്ട് ഫുള്ളായിട്ട് ചെയ്യുന്നൊന്നുമില്ല, ഞാൻ ചുമ്മാ ജസ്റ്റ് 88 എക്സെട്ര ഏത് നമ്പർ വന്നാലും എല്ലാത്തിലും 8 കോമൺ എടുക്കും. സോ 1 + 11 അല്ലേ, ഇങ്ങനെ പോകും. സോ നമ്മൾ എന്ത് ചെയ്യും, 9/9 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. സോ 8/9 ഇവിടെ വരും. സോ എന്ത് വരും, 9 + 99 + ബ്ലാ പോകും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ, ഞാനത് ഇങ്ങനെ പറയാം. 10 - 1 സെയിം. സോ ഫൈനൽ ആൻസർ സാർ എന്ത് തന്നെയാണ്, സെയിം സിമിലർ ആണല്ലേ. സെയിം 10 n -1 10 - 1 9 -n. ഇത് നിങ്ങൾ ചെയ്തോ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. സെയിം നമ്പർ സെയിം പാറ്റേൺ. അപ്പോൾ നിങ്ങൾ 8 അല്ല 9 അല്ല 2 അല്ല എന്ത് വന്നാലും ഇത് പ്രാക്ടീസ് ചെയ്യണേ. ഒരു 8 നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ എക്സാമ്പിളിൽ പെട്ടെന്ന് 5 3 4 ഒക്കെ റിപ്പീറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ കഴിയാറായി കേട്ടോ. സിമ്പിൾ. ഓക്കെ, സോ ഇൻസേർട്ട് 3 ജോമെട്രിക് മീൻസ് ബിറ്റ്വീൻ 1 and 216. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് സെപ്പറേറ്റ് ടോപ്പിക് ആണ്. ജോമെട്രിക് മീൻ ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വളരെ സിമ്പിൾ ആണ്. ഇത് വലിയ ടഫുള്ള കാര്യമൊന്നുമല്ല. സോ 1നും 256 ഇടക്ക് ഞാൻ ഇവിടെ 1 കാണിക്കാം, 256. ഇതിന്റെ ഇടയിൽ എത്ര ഇൻസേർട്ട് ചെയ്യണം പറഞ്ഞത് 3. സോ ജനറലി നമുക്ക് വേണമെങ്കിൽ G1 G2 G3 എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. G1, G2 ജോമെട്രിക് അല്ലേ, അപ്പൊ G3 ആ ലെറ്റർ അങ്ങനെ കൊടുക്കുന്നു മാത്രം. അതങ്ങനെ പ്രത്യേകിച്ച് കാണുമ്പോഴൊന്നുമില്ല, കൊടുത്താൽ വേണമെങ്കിൽ കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ 3 ആളുകൾ ഉണ്ടെന്ന്. ഇപ്പോൾ A1 A2 A3 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ NCERT നമ്മൾ കൊടുത്തില്ല G1 G2 G3 അതുകൊണ്ട് കൊടുക്കുന്നത് മാത്രം. ജോമെട്രിക് മീൻ അല്ലേ. സോ നമുക്ക് ജനറലി നമ്മൾ എന്താ ഒരു ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ AR AR², AR³ AR⁴. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാര്യം കിട്ടി. A സമം എത്രയാണ്, 1 ആണ്. അതുപോലെ AR⁴ എത്രയാണ്, 256 ആണ്. അപ്പോൾ A 1 ആണെങ്കിൽ AR⁴ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ AR⁴ എന്ന് പറഞ്ഞാൽ 256. ഇവിടെ A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 × R⁴ എന്ന് പറഞ്ഞാൽ 200. അപ്പോൾ നമുക്കിവിടെ 6 കിട്ടി, വേറെ ഒന്നുമില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 256 സിംപ്ലിഫൈ ചെയ്തോ. 256 2 കൊണ്ട് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് കൊണ്ടുവരും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് എന്താ കിട്ടുക, അല്ലേ 4/4 അല്ലേ. എടാ അത് വേറെ ഓർക്കാൻ വേറെ ഐഡിയ ഉണ്ട്. 4/, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെറുതാക്കി ഇതുപോലെ ഇങ്ങനെ 2ന്റെ പകുതി ഇങ്ങനെ കൊടുത്തുകൊണ്ട് കേട്ടോ. 100 125 128 കിട്ടും അല്ലേ. 128 2 പിന്നെ എത്ര 64 കിട്ടും. 2 പറ 32 2 16 2 8 2 4 2 2 2
1 2 3 4 5 6 7 8 8. അപ്പോൾ 8 എണ്ണാണെങ്കിൽ 2 × 2 4, 2 × 2 4, 2 × 2 4, 2 × 2 4. എത്ര 4? സോ പറഞ്ഞു 6/4, 4/4, 4 4 therefore 6 എത്ര കിട്ടും? കറക്റ്റ് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് കൺഫ്യൂഷൻ ആവണ്ട. എടാ അപ്പോൾ 6 4 കിട്ടും, എ എത്ര കിട്ടും? 1 കിട്ടും. സോ ബാക്കിയുള്ള എല്ലാ ടേമും കിട്ടിയില്ലേ? സോ വാട്ട് ഈസ് ദി ആൻസർ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ എ 1 അല്ലേ? സോ 1 × 6 കിട്ടാനേ 1 ഉണ്ടായിരുന്നുള്ളൂ, 4 കോമ ഓൾറെഡി എ എത്രയാണ്? 1 ആണ്. സോ 1 × AR² ആണ് കേട്ടോ, തെറ്റി. സോ R² എത്രയാണ്? 4² കോമ A × 1 × R³ എത്രയാടാ? 4³ സോ AR/4 നമുക്ക് ഓൾറെഡി 256 ആണെന്ന് അറിയാം. സോ 1, 1 × 4 4, 1 × 4 16, 4³ എത്രടാ? 4 × 4 16, 16 × 4 എത്രടാ? 64 അല്ലേ? 64. സോ 256. ദീസ് ആർ ദി ഫസ്റ്റ് 5 ടേംസ്. ഓക്കെ, ഇത് നമുക്ക് കാണേണ്ട ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ 3 എണ്ണം നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. 4, 16, 64 ഒറ്റയടിക്ക് ഞാൻ കൊടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് വൃത്തിയിലൊക്കെ ചെയ്തൊക്കെ നിങ്ങളുടെ ഐഡിയ കേട്ടോ. If arithmetic mean and geometric mean between two positive numbers and b are 10 and 8 respectively, find the numbers. എടാ ഇത് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്, മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ പഠിച്ചു വെച്ചോ, അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ a+b/2. ഇതാ ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചോ, അത് എക്സാമിന് വരാം കേട്ടോ. അരിത്തമാറ്റിക് മീൻ ഞാൻ ഷോർട്ടായിട്ട് തന്നെയാണ് AM. അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a+b/2 എന്ന് പഠിക്കാം. സോ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പഠിക്കുക? √AB. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം ഈ ഫോർമുല, വേറെ ഒരു ഓപ്ഷനും ഇതിനില്ല. അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ a+b/2 ആണ്, ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? √AB ആണ് കേട്ടോ. സോ അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ a+b/2 എത്രയും തന്നിട്ടുണ്ട് പറ? ബാക്കി പിന്നെ സിമ്പിളാ കേട്ടോ. a+b/2 എത്രയാണ് തന്നിട്ടുണ്ട്? ഓൾറെഡി 10 ആണ് തന്നിട്ടുണ്ട്. സോ a+b എത്ര ആയിരിക്കും? സോ 20 ആയിരിക്കും അല്ലേ? ഈ 2 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 20 ആവും. ഇങ്ങനെ ഇക്വേഷനോടെ എടുക്കട്ടെ. ഇനി ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? √AB ആണ്. √AB എത്രയാണ്? 8 തന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി റൂട്ട് കളയാൻ സ്ക്വയർ ചെയ്യും അല്ലേ? അപ്പോൾ AB = 8ന്റെ സ്ക്വയർ എത്രയാണ്? 64. ഇങ്ങനെ കിട്ടും. ഇപ്പോൾ 2 ഇക്വേഷനൊക്കെ വേണമെങ്കിൽ പറയാം 1 കിട്ടും കേട്ടോ, ചുമ്മാ 1 കിട്ടും. എടാ നമുക്ക് ഇവിടുന്ന് നമുക്കൊരു ഇപ്പം AB = 64, ഇവിടെ ബിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ ടേംസ് ഓഫ് എയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ബി നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ ഈ സാധനം കിട്ടും. അപ്പോൾ ബീനെ ഇൻ ടേംസ് ഓഫ് എയിൽ എഴുതി കഴിഞ്ഞാൽ ഈ ബീനെ ഇവിടെ നിന്ന് മാറ്റിയാൽ പോരാ. അപ്പോൾ മൊത്തത്തിൽ A ആയില്ലേ? സോ A × എത്ര കിട്ടും? 20 - A = 64. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഫോം ചെയ്യും. A × 20 എത്രയാണ്? 20A - A × എത്രയാണ്? A² = 64. കംപ്ലീറ്റ് അപ്പുറത്ത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് സാർ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട്, കാരണം ഇവിടെ -A², അത് കംപ്ലീറ്റ് അങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോയിക്കും കേട്ടോ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി 64 ഉണ്ട്. -A² + A² ആയി 20 ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ -20 ആയി = 0. സോ ഫൈനലി A² - 20A + 64 = 0 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ആയി. എടാ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ x = -b ബ്ലാ ഇക്വേഷനിൽ A1 B -20 C 64 നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 2 നമ്പർ ഗുണിച്ചാൽ പറ 64, ഇവിടെ കോഫിഷ്യന്റ് അതല്ലേ 1 അല്ലേ? സോ 2 നമ്പർ ഗുണിച്ചാൽ 16 × 6 എത്രയാടാ? 64 ആണ്. 16 × 6 സോറി 16 × 4 അല്ലേ? തെറ്റി 16 × 4 64. ഇപ്പോൾ 2 നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടോ? അപ്പോൾ മൈനസ് 2 നമ്പർ ഗുണിച്ചാൽ 64 കൂട്ടിക്കഴിഞ്ഞാൽ -16 + -4 -20. സോ ഒബ്വിയസ്ലി കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് 2 ആൻസർ കിട്ടി. പറ ഒന്ന് എയുടെ ആൻസർ എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? A - 16 അല്ലെ -16 അല്ലേ ഇൻറ്റു A - 4 സമം എത്ര അല്ലേ? സമം 0. നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെയാണ് വരിക. സോ A - 16 A - 4 അതല്ല, നിങ്ങൾക്ക് 2 ആൻസർ നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രിയിലാണ് സോൾവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 16 കിട്ടും, 4 കൃത്യമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ A - 16 എത്രയാണ്? 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ A - 6 = എത്രയാടാ? 0. സോ A = എത്ര കിട്ടും? 6 കിട്ടും. ഒരു A കിട്ടി. അതുപോലെ A - 4 = 0. സോ A = എത്ര കിട്ടി? 4 കിട്ടി. സോ 2 ആൻസർ കിട്ടി. ഇവിടെ 2 Aകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞില്ലേ? A 2 ആൻസർ കിട്ടിയാ? സോ ആൻസർ കിട്ടിയാ? ഇല്ല. Aയുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ B കണ്ടെത്തണം. B കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തത്? 20 - A ആണ്. ഓക്കെ, സോ നമുക്ക് 2 ആൻസർ നമ്മൾ സെപ്പറേറ്റ് കാണാം. അപ്പോൾ നമുക്ക് A കിട്ടി. B എന്താ? ബിയുടെ ഇക്വേഷൻ എന്താ പറയുന്നത്? B = 20 - A നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ B എത്ര കിട്ടുക? 20 നിന്ന് എന്ത് കുറക്കുക? 6 കുറക്കുക. അപ്പോൾ B 20 നിന്ന് 6 കുറച്ച് എത്ര കിട്ടുക? 14 കിട്ടും. സോ ഒരു ആൻസർ B എത്ര കിട്ടൂടാ? 14 അല്ലേ? 14 അല്ലേ? 14. അതേപോലെ തന്നെ 16 20 16 എത്ര? എത്ര? 6 16 സാർ 16 സാർ 16 തെറ്റി 16. ഇങ്ങനെയൊക്കെയാണ് ആൻസർ തെറ്റിപ്പോകുന്നത് അല്ലേ? 4. ഓക്കെ, ശരിയാണ്. ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ 16. ശരി ശരി ശരി, സ്പീഡ് കൂടിയുള്ള സീനുകളാണ്. എ ഈക്വൽ ടു നെക്സ്റ്റ് 4 ആണ്. അപ്പോൾ ബി എത്രയാണ്? ബി ഈക്വൽ ടു 20 മൈനസ് എ അല്ലേ, ദാറ്റ് ഈസ് 20 മൈനസ് 4 എത്രയാണ്? 16. സോ ബിക്ക് നമുക്ക് രണ്ട് ഉത്തരം കിട്ടിയടാ. ബി ഈക്വൽ ടു 16, ബി ഈക്വൽ ടു 4. ഇതാണ് ഫൈനൽ കീ കേട്ടോ. ബി ഈക്വൽ ടു 16, ബി ഇത് വരാതിരിക്കണം കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റിലുള്ള കീ ആണ്, പഠിച്ചോ. എന്തായാലും എക്സാമിന് വന്നിട്ടുണ്ട്, പ്രീവിയസ് ഇയർ മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കണ്ടാവുന്നു. എടാ നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇത് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. Simple question. The 5th, 8th, 11th term of GP are P, Q and S respectively. Show that Q square equal to PS എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ എക്സസൈസിലുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ വെരി ഈസി. 5th, 8th, 10th നമ്മൾ XYZ ചെയ്ത അതേപോലെ തന്നെ 5th. സോ A5 എന്താടാ? A ഇൻറ്റു R⁴. അത് എത്രയാണെന്നാ പറഞ്ഞത്? P ആണെന്നാ പറയുന്നത്. അതായത് A⁴ ഈക്വൽ ടു എന്ത് കിട്ടി? P. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അതേപോലെ പറ. ഇപ്പൊ 5th പറഞ്ഞു 8th. So A8 പറ. AR⁷ ഈക്വൽ ടു Q. ദാറ്റ് ഈസ് AR7 ഈക്വൽ ടു Q. നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ എസ് 11th. സോ A11 ഈക്വൽ ടു എന്താണ്? AR⁻10 ഈക്വൽ ടു എസ്. ഇക്വേഷൻ നമ്പർ 3. സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? Q സ്ക്വയർ ഈക്വൽ ടു PS. Q സ്ക്വയർ ഈക്വൽ ടു PS എന്താ? വളരെ സിമ്പിൾ. Q എന്താ? Q എന്താ? AR⁻7. AR⁻7 എന്താണ്? Q സ്ക്വയർ അല്ലേ? സോ Q സ്ക്വയർ. P എന്താ? P AR⁻4 ഇൻറ്റു S എന്താ? AR⁻10. സോ സിംപ്ലിഫൈ ചെയ്തോ. A സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ A സ്ക്വയർ ഇൻറ്റു R⁻14. 7 ഇൻറ്റു 2 14. സോ തന്നെ വരെ A ഇൻറ്റു എന്താ? A സ്ക്വയർ. 10 ഇൻറ്റു 4 വെയിറ്റ് PS P എന്താ? P AR⁻4 S എന്താണ്? AR⁻10. സോ A ഇൻറ്റു A സ്ക്വയർ. R⁻10 ഇൻറ്റു R⁻4. വാട്ട് ഈസ് ദി ആൻസർ? PS P ഇൻറ്റു P R സ്ക്വയർ 10 ഇൻറ്റു 4. കറക്റ്റാണ് സാറ് പേടിക്കുന്നുണ്ടല്ലേ? എനിക്ക് കൺഫ്യൂഷൻ ആണ്. ഒരുമിച്ച് എഴുതിക്കൂടാ ഞാൻ. സാറ് ധൃതിയാണ് സാറുടെ മെയിൻ. ഇങ്ങനെ ഒരുമിച്ച് എഴുതി കേട്ടോ. A ഇൻറ്റു A സ്ക്വയർ അല്ല, പവേഴ്സ് സെയിം അല്ലേ? ഇത് സെയിം, പവേഴ്സ് സെയിം. സോ A⁻14. എടാ LHS ആൻഡ് RHS ആർ ഈക്വൽ കേട്ടോ. സാറ് പെട്ടെന്ന് ചെയ്തപ്പോൾ എടാ ഇത് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. LHS RHS എന്താണ്? ഓൾറെഡി ഈക്വൽ ആണ്. Therefore Q സ്ക്വയർ ഈക്വൽ ടു PS. മക്കളെ ശ്രദ്ധിക്കേ. എടാ സാർ കുറച്ച് സ്പീഡിലാണ് ഇന്ന് ചെയ്തത്, കാരണം നമുക്ക് എക്സാം ആണ് നാളെ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ ചെയ്തത്. മക്കളെ ഇനിയും വീഡിയോസ് വരാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്തോളാം. അതേപോലെ തന്നെ സാർക്ക് ഒരു ലൈക്ക് കൊണ്ടടാ. കുറേ പേര് ലൈക്ക് തരുന്നില്ല, നിങ്ങൾ ലൈക്ക് താ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്ത്. ഓക്കെ.